ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. Smoking and consumption of alcohol is injurious to health. ഹലോ ഹലോ, ഞാൻ മാധവൻകുട്ടിയാ. പറ. നിന്റെ നമ്പറേ കളർ മാമിന് കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ഫ്രീ അല്ലേ നീ? നല്ല കളർഫുൾ സാരി കൊടുത്ത് നമ്മുടെ പതിവ് സ്ഥലത്ത് വന്ന് നിന്നാ മതി. മുളക് പൊടിയും കളർഫുൾ ആയിട്ടായിരിക്കുക, പക്ഷെ അത് തൊട്ടി നാക്കി വെച്ചാൽ അറിയാം അതിന്റെ എരിവെന്താണെന്ന്. ഞാൻ പ്രൊഫഷണലാ, വളരെ സ്ട്രിക്റ്റും. നോ ബാർഗെയിൻ, ജെന്യൂൻ സർവീസ്. കാര്യം പിടികിട്ടിയല്ലോ? അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ പറയണോ? ഇത് മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അപ്പൊ പ്രോഗ്രാം ഫിക്സ് ആണേ. ചില 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 കുളിർമഴയിൽ കാണാമരച്ചിരിക്കുന്ന ചുമരിൽ പിറക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയിൽ കുറിച്ചിട്ട് പോയി പോലും ദൈവം കനവിൻ പൂമുട്ടകളിൻ കരളിൽ വിടരാൻ തുടിക്കുന്ന പ്രായം മധുപങ്ങൾ മൊഴി മൊഴി ചുട്ടും മധുരം നുകരും പരുവം കാർമുക പരിവേഷമാടി കൊടുമഴ കൊടിച്ചൊരിഞ്ഞല്ലോ കുളിച്ചൊരി മഴയിലു പാടി എൻ കനവകൾ നിറകൊടനീർത്തി കൊടുങ്കാട്ടും പൂങ്കാറ്റായി വീശും ഇനി എന്റെ വഴികളിലായി ഇടിമിന്നലും മിന്നാമിനുങ്ങായി ഇരുളിലായി ചിന്നി മിന്നും നീലേ ജില 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 കുളിർമഴയ കാണാമരച്ചിരിക്കുന്ന ചുമല് പിറക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയ കുറിച്ചിട്ട് പോയി പോലും ദൈവം. കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവർക്ക് അച്ചി വേണ്ടെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ അച്ചി വേണ്ടാത്ത കൊച്ചിയിലെ ഈ തെരുവിലെ ഈ അപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ കഥ അരങ്ങേറാൻ പോകുന്നത്. ഈ വീടിന്റെ മുതലാളിയാണ് ശ്രീമാൻ അയ്യപ്പ ശർമ്മ. ഇദ്ദേഹം ശ്രീമാൻ മാത്രമല്ല, ബുദ്ധിമാനും കൂടെയാ. കാരണം ഇതേവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഈ അപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നവരാണ് ഈ 3 ബാച്ചിലേഴ്സ് അലയസ് ബ്രഹ്മചാരീസ്. ഇവരെ പറ്റി ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്കൊന്ന് അകത്ത് പോയി ഓരോരുത്തരായി നോക്കിയാലോ. ഇവനാണ് കരുണാകരൻ,
ആൾക്കാർ വിളിക്കുന്നത് കരുമൻ കരുണാകരൻ എന്നാ. ഇവന്റെ ഫ്രണ്ട്സോ കരുമാടിക്കുട്ട എന്ന് വിളിക്കും. സ്ഥലം കരുനാഗപ്പള്ളി. ഹൈറ്റ് കുറവാണെങ്കിലും സൈറ്റ് അടിക്കാൻ ഒരു കുറവും വെക്കാറില്ല. ലോകത്തുള്ള എല്ലാ പോൺ സൈറ്റും ഇവന് മനപ്പാടവാ. ആകാരത്തിൽ മസാല ഇല്ലെങ്കിലും അവൻ കാണുന്ന പടത്തിലെല്ലാം മസാല വേണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 10 മസാല പടവും 1 മസാല വടയും കൊടുത്ത ഈ കുഞ്ഞുമോൻ ഹാപ്പിയാണ്. ഇവനാണ് ശിവപ്രസാദ്. സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്ടിനും പാർവതി അമ്മയ്ക്കും ജനിച്ച ഒരേ മകൻ. പാലക്കാട്ടിന്റെ അടുത്തുള്ള ഒറ്റപ്പാലാണ് ഇവന്റെ സ്ഥലം. എപ്പോഴും പൂജയും വഴിപാട് മാത്രമേ ഇവന്റെ മനസ്സിലുള്ളൂ. കളിയാക്കി പറയല്ല, ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇവന്റെ മുറിയിലാണ് ഉള്ളത്. വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിക്കാം, ഒന്ന് നോക്കൂ. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഹ. ഓം ഗണപതയേ നമഃ സ്വാഹ. സ്വാമിയേ ശരണമയ്യപ്പോ. എന്റെ ഗുരുവായൂരപ്പ, ചോറ്റാനിക്കര ഭഗവതി, യേശു ക്രിസ്തുവേ, അല്ലാഹു അക്ബർ. ഈ ലോകത്തുള്ള എല്ലാ ദൈവങ്ങൾക്കും നമസ്കാരം, നമസ്കാരം. കഷ്ടങ്ങളുണ്ടായപ്പോഴെല്ലാം കാശ് തന്നു, അനാരോഗ്യ സമയത്ത് മരുന്നും തന്നു, ആശിച്ചപ്പോ ബിരിയാണി തന്നു, ആഗ്രഹിച്ചപ്പോ ബിയറും വിസ്കിയും തന്നു, 6 hours ഡ്യൂട്ടിയും 12 hours നല്ല നിദ്രയും തന്നു. ഈ ലോകത്തിൽ നീ സൃഷ്ടിച്ച തെറ്റുകളിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ അറിവില്ലാ പൈതത്തെ ക്ഷമിക്കണേ ദൈവമേ, ക്ഷമിക്കണേ ദൈവമേ, ക്ഷമിക്കണേ ദൈവമേ, ക്ഷമിക്കണേ. കണ്ടില്ലേ ഇവന്റെ പൂജയും ഭക്തിയും. അവസാനമായി ഇവൻ പ്ലേ ബോയ് സൂര്യ, അമ്മ ലീല ടീച്ചർ, അച്ഛൻ മാധവ മാഷ്, സ്വന്തം സ്ഥലം ഷൊർണൂർ. ഭാവിയെപ്പറ്റി വലിയ പ്ലാനൊന്നും ഇല്ലെങ്കിലും ഫോണിലൂടെ ചാറ്റ് ചെയ്ത് പെമ്പിള്ളേരെ വിളയ്ക്കാൻ പ്ലാൻ ഇടുന്നതിൽ മിടുക്കനാ. കണ്ണാടി കണ്ടാൽ അലങ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടോ അതിനേക്കാൾ ഉപരി ഇവന് താല്പര്യം ഫോൺ നോണ്ടി കളിക്കല. അത് കാരണം പല പ്രശ്നങ്ങൾ ഇവൻ ഫേസ് ചെയ്യേണ്ടി വന്നു. 2 ആഴ്ച മുമ്പ് വരെ ഇവനൊരു ലവർ ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, ഏത് ലവറായാലും ഇവന്റെ കൂടെ 2 ആഴ്ചയെ കാണുള്ളൂ. അവളെ ടച്ച് ചെയ്യുന്നതിന് പകരം ഇവൻ ടച്ച് ഫോണിൽ ടച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ എത്രയോ ഇവനെ അഡ്വൈസ് ചെയ്ത് നോക്കിയിട്ടും ഇവൻ കേൾക്കാത്തത് കൊണ്ട് വായി വന്ന 4 പുളിച്ച തെറിയും വിളിച്ചിട്ട് അവള് തെറിച്ചു പോയി. ഇവനും അത് വലിയ കാര്യമാക്കിയില്ല. കാരണം സാരി ഉടുത്ത പെണ്ണുങ്ങളെക്കാളും സാംസങ് ആണ് അവന്റെ പ്രാണം. ഇത്രയുള്ള അവരുടെ ബയോഡേറ്റ. ഇപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് ഒരു അഭിപ്രായം വന്നിട്ടുണ്ടാവല്ലോ. ഇവന്മാരാണ് ഈ കഥയുടെ നായകന്മാർ. ഇവന്മാർ ചെയ്ത ലീലകളും അതിനുവേണ്ടി ചെയ്ത വേലകളുമാണ് ഈ കഥ. ഇടിപ്പിക്കിട്ടുന്ന ചരടെന്ന് ഉദ്ദേശിച്ച് പാമ്പ് പിടിച്ച കഥയാണ്. ബാക്കി എന്താണെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ഇവിടെ എന്തിനാ വിളിച്ചെന്നറിയോ ബോയ്സ്? നിങ്ങൾ 3 പേർക്ക് ഒരു ഗുഡ് ന്യൂസ്. എന്താ സാർ? നമ്മുടെ ബഗ് ബഗ് റെസ്റ്റോറന്റിന് ദുബായിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ 3 പേരെയും ദുബായിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ എങ്ങനെയാ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു അതുപോലെ തന്നെ അവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെ ഞങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോ അതിന്റെ 10 ഇരട്ടിയായിരിക്കും. വെരി ഗുഡ്. സോ all of you get ready to fly to Dubai this month 24. Okay? Okay sir. Done. എല്ലോരും നല്ലോരാണേ, നല്ലോരാണേ എല്ലോരും, എല്ലോരും നല്ലോരാണേ, നല്ലോരാണേ എല്ലോരും, കെട്ടോർ പോലും നല്ലോരാണല്ലോ ലോ ലോ. കളിയെന്നാലോ കണക്കില്ല, കണക്കെന്നാൽ കളിയുമില്ല, ഉദാകസം നല്ലോരെല്ലോരും റും റും റും. ഇല്ല പുകവലി കൂടി പെൺപിടി അടിയുമില്ല, എല്ലോരും ഗുഡ് ബാച്ചിലേഴ്സ് ആണ്.
ബ്രഹ്മചാരി ബാഡ് ബോയ്സ് എന്നാണേലും നല്ലോരെല്ലാരും. കെട്ടോരാണേൽ എന്തോ ഞങ്ങൾ നല്ലോർ തന്നെ എന്നും എപ്പോഴും. എല്ലോരും നല്ലോരാണേ നല്ലോരാണേ എല്ലോരും, കെട്ടോർ പോലും നല്ലോരാണല്ലോ. കളിയെന്നാലോ കണക്കില്ല, കണക്കെന്നാൽ കളിയുമില്ല, ഹുദാരസം നല്ലോരെല്ലോരും. നിന്നോടടുത്താലുമേ മനസ്സ് ദൂരെ ഇരിക്കും. ഗേൾസായി ചാറ്റിംഗ് ചെയ്യും, എന്നാലോ മീറ്റിംഗ് ഇല്ല. മീറ്റിംഗ് നടന്നാലുമേ പിന്നെ ഡേറ്റിംഗ് ഇല്ല. ഡേറ്റിംഗ് ഇരുന്നാൽ തന്നെ ഒട്ടും ടച്ചിങ് ഇല്ല. പാർട്ടി തന്നാലുമേ പാർട്ടി തന്നാലുമേ ബില്ല് കെട്ടില്ലല്ലോ. ബ്രഹ്മചാരി ബാഡ് ബോയ്സ് എന്നാണേലും നല്ലോരെല്ലാരും. കെട്ടോരാണേൽ എന്തോ ഞങ്ങൾ നല്ലോർ തന്നെ എന്നും എപ്പോഴും. ജെട്ടി അല്പം വലുതായി പോയല്ലോ. കുറച്ചും കൂടെ സൈസ് കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നോ ഇല്ലയോ, നമ്മുടെ അമ്പലങ്ങളിൽ ദീപാരാധന കാണിക്കുന്നോ ഇല്ലയോ, ചർച്ചിൽ മണിക്കൂറിന് ഒരു പ്രാവശ്യം മണിയടിക്കുന്നോ ഇല്ലയോ, നമ്മുടെ ഈ ഫ്ലാറ്റിലെ ബ്രഹ്മചാരിയായ ഈ പൂജാരി കറക്റ്റ് സമയത്തിന് പൂജ തുടങ്ങിയിരിക്കോ. എന്തരടേ മംഗലാരതി എടുക്കാൻ മനസ്സ് ശുദ്ധമായിരിക്കണം, അറ്റ്ലീസ്റ്റ് ശരീരമെങ്കിലും ശുദ്ധമായിരിക്കണം. രാത്രിയല്ല കൈ കൊണ്ട് വൃത്തിയേട് ചെയ്തിട്ട് കണ്ട പെമ്പിളേര് സ്വപ്നവും കണ്ടുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്ന നിന്നെ പോലത്തെ ലവന്മാർക്ക് ഈ മംഗലാരതി തൊടാനുള്ള യോഗ്യതയുള്ള പന്നി. സ്വാമി, പന്നി വരാഹമൂർത്തിയാണ് സ്വാമി. അതായത് ഈ ദൈവത്തെ അങ്ങനെയൊന്നും ചീത്ത വിളിക്കാതെ നീ തന്നെ തീർത്ഥം കുടിച്ചിട്ട് നീ തന്നെ പ്രസാദം കഴിച്ചിട്ട് എന്റെ ഡ്രസ് പാക്ക് ചെയ്ത് വെക്കട പട്ടി. അയ്യോ ശിവ ശിവ. ആരാ ഈ സമയത്ത്? വീട് കാണാൻ വന്നിട്ടുണ്ട്, കാണിക്കാലോ അല്ലേ? നിങ്ങളതല്ലേ, കാണിച്ചോളൂ. കാണിക്കാൻ പോണെന്ന്. ധിൻ താ താ 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 ധിൻ താ. എടാ, ഏത് ബ്രാൻഡ് ചന്ദനത്തിരിയാടാ ഇത്? ഒന്നാം തരം സുഗന്ധമാണല്ലോടാ. അത് ഒന്നാം തരം സുഗന്ധം വരുന്ന ബ്രാൻഡാണ് സാർ. ഈ വീട്ടിനകത്ത് കാലെടുത്ത് വെച്ചാൽ തന്നെ മതി, അമ്പലത്തിൽ പോയൊരു ഫീലാ മോളെ. ഹായ്, മൈ നെയിം ഇസ് ശിവപ്രസാദ്, മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഓഫ് ദി സിറ്റി. കുങ്കുമം എടുത്തു വെച്ചോളൂ. അതിന് കുങ്കുമം എവിടെ? ഓ സോറി, അകത്ത് വന്നാൽ ഞാൻ വെക്കാം. അതല്ല മോളെ, അകത്ത് പൂജാമുറിയുണ്ട്, ഉള്ളിൽ പോയാ കുങ്കുമവും വെക്കാം, അങ്ങനെ വീടും ചുറ്റി കാണാം. ശരി പ്ലീസ്. മാഡമിന്റെ മോഡമൊക്കെ നന്നായിരിക്കുന്നു സാർ. ഇവര് സാധാരണ ബാച്ചിലർ പയ്യന്മാരല്ല, വീട് എന്ത് വൃത്തിയായിട്ടാ വെച്ചിരിക്കുന്നത്. ബ്യൂട്ടി. അവളെ കൂടെ ഞാൻ പോകും ഊട്ടി. അതും ശരിയാ, നിന്റെ ഏട്ടത്തിയാവാനുള്ള സർവ്വ ലക്ഷണമുള്ള കുട്ടി. അലിയ, ഈ ഏട്ടത്തി കീട്ടത്തി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു മർഡർ ചെയ്യേണ്ടി വരും. ആരെയാ? മുടി വളർത്തവനെ, നിന്നെയാടാ. വൈ മാൻ? പിന്നെ ഞാൻ എയിം ചെയ്താ നീ ഷൂട്ട് ചെയ്യോ? കൊരങ്ങോ മരങ്ങോടാ കരിമാടിക്കുട്ട കണ്ണു കുത്തിപ്പൊട്ടിക്ക് ഞാൻ കടിച്ചളയും ഞാൻ. എനിക്കാന്ന് പറഞ്ഞില്ലേ? വീട് ഇഷ്ടപ്പെട്ടോ മോളെ? ഇഷ്ടപ്പെട്ടു. ഈ പിള്ളേരുണ്ടല്ലോ, അവരുടെ സ്വന്തം വീട് പോലെ ഇതിനെ കാണുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ മഹാലക്ഷ്മി പുത്രന്മാരാണ് ഇവര്. ഈ വീട്ടിൽ വന്നതി പിന്നെ ഇവരൊക്കെ എത്ര ഡെവലപ്പായി അറിയാവോ മോക്ക്? നാളത്തെ ഫ്ലൈറ്റില് 3 പേര് ദുബായിലേക്ക് പോവാ, പുതിയ ജോബിൽ ജോയിൻ ആവാൻ വേണ്ടി. 3 പേർക്കും പ്രൊമോഷൻ ട്രാൻസ്ഫറാ. പറയടാ മക്കളെ മാഡത്തിനോട്.
ഹായ് മോളു. മമ്മിയുടെ മോളൂട്ടി എവിടെയായിരുന്നു? മേഡമിന്റെ മേനി അഴകിന്റെ രഹസ്യം സന്തൂർ സോ. ബായ് മോളെ. ബായ്. മക്കളെ നാളെ ദുബായിലേക്ക് പോവല്ലേ? ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ പാക്കിംഗ് ചെയ്യണ്ടേ? നാളെ 4:30 മണിക്കൊക്കെ വീട് കാലി ചെയ്തേക്കണം. 4:30 മണി കഴിഞ്ഞാലേ പിന്നെ രാഹുകാലമോ മോനെ. പുതിയതായിട്ട് താമസിക്കാൻ വരുന്നവര് രാഹുകാലത്തിൽ വരാൻ പാടില്ലല്ലോ. 4:30 മണിക്കുള്ളിൽ കാലി ചെയ്തില്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് തിരിച്ചു തരില്ല. പറയാൻ വിട്ടുപോയി. ഇന്ന് വൈകുന്നേരം ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ. ഏതോ സ്വന്തത്തിലൊരു കല്യാണമാ. രാത്രി ഞാൻ തിരിച്ചു വരില്ല. നിങ്ങൾ 3 പേരും എന്റെ വീട്ടിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണം. എന്നാ മക്കളെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല്ലേ. ഡാളിയ, നാളെ നമ്മൾ എല്ലാരും ദുബായ് പോകാൻ പോവാണ്. ഇങ്ങനത്തെ വൃത്തിയുടെ പരിപാടി അവിടെ ചെയ്യാൻ പറ്റില്ല. പരസ്ത്രീകളെ ഗൗരവിക്കണം, ആദരിക്കണം. അല്ലാതെ കാമം മൂത്ത് അലയരുത് കേട്ടോ. സ്വാമിജി, അങ്ങയും ഇതിൽ പാർട്ട്ണറാണ്. ആദ്യം ഈ വേഷമൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യണം. ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ പാക്ക് ചെയ്യണം. പോടാ. സാറേ 50 രൂപയ്ക്ക് 3 എണ്ണം സാറേ. കാർ തുടയ്ക്കാൻ ഉപയോഗിക്കാൻ സാറേ. വാങ്ങിച്ചോ സാറേ. 50 രൂപയ്ക്ക് 3 എണ്ണം സാറേ. വാങ്ങിച്ചോ സാറേ. 50 രൂപയ്ക്ക് 3. 50 രൂപയ്ക്ക് 3 സാറേ. വാങ്ങിച്ചോ സാറേ. കാർ തുടയ്ക്കാൻ ഉപയോഗിക്കാം. വെറും 50 രൂപയ്ക്ക് 3 എണ്ണം തരാം സാറേ. വേണമെങ്കിൽ 4 എണ്ണം തരാം സാറേ. വാങ്ങിച്ചോ സാറേ. 50 രൂപയല്ലേ ഉള്ളൂ. ഇനിയും വേണോ സാറേ? നന്ദി സാറേ. സാറേ എന്തായി കാണിക്കുന്നത്? വിടി സാറേ. കുളിച്ച് സെന്റടിച്ച് നല്ല വസ്ത്രമൊക്കെ ചരിച്ച് വന്ന നീ അടിപൊളി ചേരക്കായിരിക്കും. ഇതിനെയും കാട്ടി കൂടുതൽ കാശിരാ. എന്റെ കൂടെ പോരുന്നാടി നീ. കിഴവൻ നാണമില്ലല്ലോ നിനക്ക്. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന നിനക്ക് എന്തിനാടാ ഈ വൃത്തികെട്ട ബുദ്ധി? ഒരു ജീവിതം കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഈ ദാരിദ്ര്യത്തിൽ അവളെ ഒരു ഹൊങ്ക് കണ്ടില്ലേ? പോടി. ഒരു ദിവസം നീ എന്റെ കയ്യിൽ കിട്ടും. എടാ, നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് 5 വർഷമായി. പക്ഷേ ഈ 5 വർഷത്തില് ഒരു ചുക്കും ചെയ്തിട്ടില്ല. നാളെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഒരു വിപ്ലവം ചെയ്യാം. വിപ്ലവം? ഏത്, പണ്ടത്തെ ഹരിത വിപ്ലവോ അതോ കൊടിയും കയ്യിൽ പിടിച്ച ചുവന്ന വിപ്ലവമാണോ? അതൊന്നുമല്ല, പിങ്ക് വിപ്ലവം. പിങ്ക് വിപ്ലവം? അതെന്താണാവോ? സർക്കാരിനെ എതിർക്കുകയാണെങ്കിൽ അത് ചുവപ്പ് വിപ്ലവം. ഒരു സുന്ദരി പെണ്ണിനെ കെട്ടിപ്പുണർന്ന് ഉമ്മ വെച്ച് പോരാടുകയാണെങ്കിൽ പിങ്ക് വിപ്ലവം. പിങ്ക് വിപ്ലവം? സത്യം? സൗണ്ടിങ് തന്നെ സൂപ്പർ ആയിരിക്കുന്നല്ലോ. ഈ വിപ്ലവത്തിന് ഞാൻ റെഡി. സമാധാനിക്കും. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. എടാ ഭജന ഭാസ്കര, നമ്മൾ ഇത്രയും നാള് ഒരു പെണ്ണിനെ തൊടാതെ കൊച്ചു പിള്ളേരെ പോലെ ജീവിച്ചത്. ദുബായ്ക്കെങ്കിലും ആമ്പിള്ളേരെ പോലെ പോവാടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൃത്തിയുടെ വിപ്ലവത്തിന് ഞാൻ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എന്റെ പൊന്നു ഭജന ഭാസ്കര, നമ്മൾ പോകുന്നത് ബാങ്കോക്കോ സിംഗപ്പൂറോ അല്ലടാ, ദുബായിലേക്കാ. അവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ണെടുത്ത് നോക്കിയാ മതി. കട്ട് ചെയ്ത് ഓട്ടത്തിലിട്ടു തലയെ. ഈ പ്രവൃത്തി ചെയ്യാൻ സ്വാമിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലേ? സ്വാമി ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ഇരുന്ന് ലഗേജ് പാക്ക് ചെയ്യുക. ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വിധവിധമായ റോസാപ്പൂക്കളെ ടേസ്റ്റ് ചെയ്തിട്ട് വരാം. എന്താ അളിയാ പറയുന്നേ? ഓക്കേ. ബൈ. വാടാ അളിയാ.
You are so hot. സോറി, ഇത്രയും നേരം മൂങ്ങാങ്കുഴി ഇട്ടതല്ലേ, ഒന്ന് കാറ്റ് വാങ്ങിട്ട് വരാം. നിക്കവിടെ. I am also coming, bro. ഓ, കുറെ നേരം കൊണ്ട് ഊര് ചുറ്റി കറങ്ങുവാണല്ലോ. എങ്ങോട്ടാ പോണ്ട നിങ്ങൾക്കൊക്കെ? ഒരു ദിവസം മുഴുവനും വെച്ച് കറങ്ങാനൊന്നും പറ്റൂല. അഡ്രസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന് ആക്കി തരാം. ഈ ചെടിന്ന് റോസാപ്പൂ വരില്ലേ, റോസ് എടുത്ത് തലയിൽ വെക്കില്ലേ, തലയിൽ വെക്കുന്ന പെണ്ണുങ്ങളൊക്കെ അല്ലേ, അതാണ് പ്രശ്നം. പൂ എന്തിനേട്ടാ? പൂന്തോട്ടം തന്നെ കൊണ്ട് കാണിച്ചു തരാം. ഇത് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലം. ഇറങ്ങി ഇറങ്ങ് ഇറങ്ങ് വിട്ടെന്ന്. ആ ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. ഇതേ സ്ഥലം. ഇതെന്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്? നിങ്ങൾ ചോദിച്ചത് എന്തിന്? പൂന്തോട്ടല്ലേ, ബ്രിഡ്ജിന്റെ വൈരായിരിക്കുന്നു. ചെന്ന് സാറേ കൊറേ അതെ, നമ്മൾ ആപ്പിലാക്കിട്ട് പോവല്ലേ, കാശിട്. ഇറങ്ങിയിട്ടുണ്ട് കൊറേ എണ്ണം കാലത്ത്. കാശ് കൊടുക്കില്ല. ഇതിലേതെങ്കിലും ഒരു പൂവിനെ പൊക്കാടാ, എല്ലാ പൂവും കൊള്ളാം. ശരിയല്ലടാ, വേറെ എവിടെയെങ്കിലും നോക്കാം, അല്ലെങ്കിൽ വെറുതെ കിടക്കാം. അളിയാൻ, ഞാൻ പറയുന്നത് കേള്. ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല. ഈ പെണ്ണുങ്ങൾ നമുക്ക് സെറ്റ് ആവില്ല. എടാ സമയല്ലടാ, ഇതിലേതെങ്കിലും പീസിനെ പിക്ക് ഇത് ടേസ്റ്റ് ചെയ്യാടാ. എടാ വേണ്ടെന്ന് പറയലടാ അളിയാ, പ്ലീസ്. ഇത് ഒരു റോങ് സോൺ ആണടാ. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അനുഭവിച്ചതാ. ഓൾറെഡി വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പാ? അതൊരു മറക്കാൻ കഴിയാത്ത അനുഭവമാണല്ലേ. Hey boy, hi. എന്നെ വിളിക്കുന്നു. You're so handsome. Thank you. Free ആണെങ്കിൽ we can spend some time. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു. Is it so? പ്ലേസ് എവിടെയാ? എന്റെ അടുത്ത് പ്ലേസ് ഒന്നുമില്ല, എല്ലാം നിങ്ങളുടെ പ്ലേസാ. എന്നാ പോയാലോ ചേട്ടാ? എത്രയാ പൈസ? ഓ, ഫസ്റ്റ് സ്റ്റേ then pay. ഈ കാലത്ത് ഇത്രയും നല്ല മനസ്സുള്ള പെണ്ണോ? Follow me. എവിടെയാ? അടുത്തെത്തി. ഇത് തന്നെ. വെൽക്കം ടു മൈ ഹൗസ്. എമർജൻസിയാണ് എനിക്ക്, പ്ലീസ് മനസ്സിലാക്കൂ. അങ്ങനെ അവളുടെ വീട്ടിന്റെ അകത്ത് കേറിയില്ലേ? കൊച്ചു കള്ള, ഇത്രയും നാളും ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചിട്ട് ഇത്രയും വലിയ പാവം ചെയ്തോടാ. മിണ്ടാതിരിക്കടാ, അകത്ത് ചെന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറയണ കഴിമ്പൂച്ചേ. ഒരുപാട് ആക്രാന്തം കാണിക്കല്ലേ അളിയ. ഒരു റൂം, അകത്ത് ഫുള്ള് സൗണ്ട് എഫക്റ്റ്. കാണ്ടാമൃഗത്തിനുണ്ടായ കരിങ്കുരങ്ങ്, ഒരു 5 പൈസ പോലും പോക്കറ്റിലില്ലാത്ത നിനക്കൊക്കെ എന്തിനാടാ പാന്റും ഷർട്ടും ഷഡ്ഡിയും ഒക്കെ? നാറി. എന്റെ വിഗിന്റെയും ഡ്രസ്സിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും ഒക്കെ പൈസ വേസ്റ്റ് ആയല്ലോടാ. നിന്റെ ഈ സാമാനം ഞാനിങ് എടുക്കും. നീ റോഡിലൂടെ തുണിയില്ലാതെ ഓടുന്നത് എനിക്ക് കാണണം.
പെണ്ണുവേഷം കെട്ടി വന്ന ആ പന്നപ്പയല് കാരണം ഞാൻ നടുറോട്ടിൽ നഗ്നനായി ഓടിയടാ. എന്താ കരിമാടിക്കുട്ടാ, സിനിമയ്ക്ക് പോവാം. ആർക്ക് വേണം നിന്റെ ബായ്? ഡോണ്ട് വറി, ട്രൈ ടിൽ യു സക്സീഡ്. കം ഓൺ. കാര്യം എന്തിനാ ഇത്ര പതുക്കെ വരുന്നത്? പെട്ടെന്ന് വാ, ഐ വിൽ ഷോ യു. സ്റ്റോപ്പ്. ഐഡിയ ഇതിനകത്തുണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റിലോ? ഇതിന്റെ അകത്ത് ചുമരിൽ എത്ര റോസാപ്പൂവിന്റെ നമ്പർ ഉണ്ടെന്നറിയോ? ഒരു വിധത്തിൽ ഒരു പിങ്ക് ഡയറി ആണെന്ന് പറയാം. പിങ്ക് ഡയറിയും വേണ്ട, ഈ ചുമരിലെ നമ്പറും വേണ്ട. ഇത് ഫ്ലോപ്പ് ഐഡിയ ആണ്. ലെറ്റ്സ് ഗോ. അവൻ ഇത്രയും പറയല്ലേ, നീ ഒരിക്കൽ പോയി ട്രൈ ചെയ്തിട്ട് വാ. പോടാ. ഞാനാ ട്രൈ ചെയ്യാനോ? ഓൾറെഡി ട്രൈ ചെയ്തതാണ്. എന്താന്ന് വെച്ചാ, അന്ന ദിവസം മൂത്രം മുട്ടിയപ്പോ പാത്രമുള്ള ഇതേ ബാത്റൂമിൽ കയറി ഒഴിച്ചോണ്ടിരിക്കുമ്പോ 2 നമ്പർ കണ്ണി കണ്ടു. 2-1 മനസ്സിൽ ധ്വാനിച്ച് 2 കൽപ്പിച്ച് ഞാനൊരു കോൾ ചെയ്തു. എതിർവശത്ത് നിന്നും ഒരു ശാലീന സൗന്ദര്യമുള്ള ശബ്ദം. എന്നെ രാരാ, സരസുക്ക് രാരാന്ന് വിളിച്ചടാ. കേട്ടപാട് കേൾക്കാത്ത പാടെ ഞാൻ തുള്ളിച്ചാടി ഓടി. അതാ അവിടെ കണ്ണാടി വളകളണിഞ്ഞ ചന്തമുള്ള കൈകൾ എന്നെ മാടി മാടി വിളിച്ചു. ഞാൻ ഓടി ഓടി അടുത്തെത്തി, പിടിച്ചു വലിച്ചു കഥ കടിച്ചു. അത്രയാണ്. പൊന്നളിയാ, പണി അങ്ങ് തീർത്തല്ലേ? അവിടെയാടാ ഒരു ട്വിസ്റ്റ്. കഥക തുറന്നു, ഒരൊറ്റ ചാട്ടം. പ്ലേ ചെയ്തോ? അകത്ത് പോയിട്ട് ലൈറ്റ് ഇട്ട് കണ്ടതോ ചാന്ത് പൊട്ടടാ, ചാന്ത് പൊട്ട്. My experience is best. നിന്റേത് worst. എന്റേത് worst എന്നോ? അതെ, hopeless. നമുക്ക് ആവശ്യമുള്ളത് അവിടെ കിട്ടോടാളിയാ. സ്വാമിജി, സ്വാമിജി, സ്വാമിജി. നമസ്കാരം സ്വാമി. എന്റെ കൈ നോക്കൂ. ഞങ്ങളുടെ ഈ കൈ നോക്കിയിട്ട് ഞങ്ങളുടെ സമയം എങ്ങനെയാണെന്ന് പറയാമോ? അങ്ങനെ ആവട്ടെ. ചോദിക്കുന്ന കൈ കണ്ടിട്ടുണ്ട്, ഭിക്ഷ യാചിക്കുന്ന കൈ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കൈ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈയുണ്ടല്ലോ, അശുദ്ധം അശുദ്ധം അശുദ്ധം. സ്വാമിജി ഒരു സംഭവമാണ് കേട്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്റെ ജ്ഞാനദൃഷ്ടി എന്താ പറയുന്നതെന്നോ? സ്വാമിജി, ഞങ്ങൾ 3 പേരും കൂടെ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാനായി തീരുമാനം എടുത്തിരിക്കുകയാണ്. അതും കൂടി എന്റെ ജ്ഞാനദൃഷ്ടിയിൽ വന്നല്ലോ ഭക്ത. അതെന്താന്നറിയില്ല സ്വാമി, എന്ത് ചെയ്യാൻ നോക്കിയാലും തടസ്സമാ. അതും ഇപ്പോൾ നാഭി കമലത്തിൽ നിന്നും വന്ന ജ്ഞാനവളിയിൽ കണ്ടു ഭക്ത. ഓ, സ്വാമിജിക്ക് എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നുണ്ടല്ലേ? നമ്മുടെ വിപ്ലവം സക്സസ് ആണ്, ഗ്യാരണ്ടി. സ്വാമി, എനിക്ക് തരേണ്ടത് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമോ ചോദിച്ചു വാങ്ങിച്ചോളൂ. കാശ് കൊടുക്കടാ, പ്ലീസ് ടേക്ക് ദിസ്. വാങ്ങിച്ചോളൂ സാർ. ശുഭം മംഗളം. കാലത്ത് മുതൽ ഞങ്ങൾ 3 പേരും ഒരു റോസാപ്പൂവിന് വേണ്ടി സെർച്ചിങ്. റോസാപ്പൂവിൽ ഒരു മുള്ളുണ്ടെന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നു. ചോര വരുന്നേ. അതെ സ്വാമിജി, നിങ്ങളുടെ ദിവ്യ ദൃഷ്ടിയിൽ നോക്കി ആ മുള്ളില്ലാത്ത റോസാപ്പൂ എവിടെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും ചേർന്ന് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ശോഭന നിർത്തേക്ക്. ഇത്രയും വൃത്തികെട്ട ചിന്തകളൊന്നും എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഈ മഹാപാപത്തിനൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. ഈ കൈ കൊണ്ട് ഞാൻ പാപങ്ങൾ ചെയ്യാറില്ല. ഇത് പരിശുദ്ധിയുള്ള കൈയാണ്. സ്വാമിയുടെ കൈ കണ്ടില്ലേ? നമ്മുടെ കൈയിനെക്കാളും വൃത്തികെട്ട കൈയാണ്. മോസ്റ്റ്ലി സ്വാമി പാവം ക്രൂരൻ പടം 10 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഈ സ്വാമി ഞാൻ സ്വാമിയുടെ കയ്യിൽ മുള്ളു കുത്തി രേഖ കാണുന്നില്ല. നല്ല തമാശയാ കേട്ടോ. നിങ്ങളുടെയൊക്കെ സമയം കത്തി നിൽക്കുവല്ലേ, അതുകൊണ്ടാ. ഇതേ കാലചക്രം തിരിഞ്ഞു കറങ്ങിയാലുണ്ടല്ലോ ഭക്തരെ, ഈ നാട്ടുകാരെല്ലാം നിങ്ങളെ കണ്ട് ചിരിക്കും, തെണ്ടി കുത്തുപാള എടുക്കും. ഈ കോമഡിയൊക്കെ ട്രാജഡി ആയി പോവും. എന്റെ കമണ്ടലം കൊണ്ട് നിങ്ങളുടെ കവിളത്ത് പെരുമാറുന്നതിന് മുൻപ് തെറിച്ചോടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്താ ശപിക്കുന്നു? വാ, നമുക്ക് സ്ഥലം വിടാം. സ്വാമി, സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ കഴുകുക. വളരെ മാറി. എന്റെ നല്ല സമയം തുടങ്ങി.
ശിഷ്യ, മംഗളത്തിന് ക്യാൻസൽ ചെയ്ത് കോമളത്തിന് ബ്ലോക്ക് ചെയ്. എന്നാ അവളെ കള, പരിമളത്തിനെ വിളിക്ക്. എന്റെ പരിമളം. ചില 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 കുളിർമഴയിൽ കാണാമരച്ചിരിക്കുന്ന ചുമരിൽ പിറക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയിൽ കുറിച്ചിട്ട് പോയി പോലും ദൈവം കനവിൻ പൂമുട്ടകളിൻ കരളിൽ വിടരാൻ തുടിക്കുന്ന പ്രായം മധുപങ്ങൾ മൊഴി മൊഴി ചുറ്റും മധുരം നുകരും പരുവം കാർമോകൾ പരിവേഷമാടി കൊടുമഴ കൊടി ചൊരിഞ്ഞല്ലോ കൊടിച്ചൊരി മഴയിതു പാടി എൻ കനവകൾ നിറകൊടനീത്തി കൊടുങ്കാട്ടും പൂങ്കാറ്റായി വീശും ഇനി എന്റെ വഴികളിലായി ഇടിമിന്നലും മിന്നാമിനുങ്ങായി ഇരുളിലായി ചിന്നി മിന്നും നീലേ ജില് 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 കുളിർമഴയിൽ കാണാമരച്ചിരിക്കുന്ന ചുമലിൽ പിറക്കുമ്പോൾ തന്നെ ഭാഗ്യമഷിയിൽ കുറിച്ചിട്ട് പോയി പോലും ദൈവം ऑर्डर सर. അതിങ്ങതാ 3 ബക്കാടി ലാർജ്. ജൽദി ലേക്കാവും. ठीक है साहब. എന്റെ അഭിപ്രായത്തിലെ ഈ പിങ്ക് പാർട്ടി ഐഡിയ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും 3 പേർക്ക് നല്ലത്. നമ്മൾ കഠിനമായി പ്രയത്നിച്ചാലേ ഫലിതം കിട്ടുവളിയാ. വൈ ടെൻഷൻ, ബി കൂൾ മാൻ. നമുക്ക് ആളെ കിട്ടിയടാ. എവിടാ ദാണ്ട കണ്ട എവിടെ? ഹായ് ഗേൾസ്, നിങ്ങളുടെ ഡ്രസ് അടിപൊളി. ബ്യൂട്ടിഫുൾ. നമസ്കാരം. ബോയ്സ്, നിങ്ങൾ ദുബായിൽ പോയി അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്നു വിചാരിച്ചപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫ്ലൈറ്റിന് ഇനി പെയിന്റ് അടിച്ച് തീർന്നില്ല, നാളെ വരാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞ? അല്ല, ഫ്ലൈറ്റ് പെയിന്റ് അടിച്ചില്ല. ബ്ലാക്ക്ബെറി സെയിം പിഞ്ച്. നീ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്ന കാര്യം എനിക്കറിയാന്നുള്ളത് നിനക്കറിയില്ലല്ലോ. അതല്ലേ നീ തള്ളുന്നേ. ഇറ്റ്സ് ഓക്കേ. ജീവിതം കളർഫുൾ ആയിരിക്കണമെങ്കിൽ കളർഫുൾ ആയി സംസാരിക്കണം, കളർഫുൾ ആയി എൻജോയ് ചെയ്യണം. സൂപ്പർ മാമ. എന്തോ മാമ? മാമനല്ല ബോസ്. ഇന്ന് ഞങ്ങൾ എല്ലാരും ചേർന്ന് കളർഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്ന തീരുമാനിച്ചു. ഞങ്ങളുടെ കളർഫുൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ശരി, കളേഴ്സ് അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? എന്ത് കളറാ വേണ്ടത് നിങ്ങൾക്ക്? റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, പിങ്ക്. ആവില്ലേ ബോയ്സ്? അത്രയല്ലേ ഉള്ളൂ. എന്നാ പിടിച്ചോ ബോസേ. ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ക് അല്ല, പിങ്ക്. നല്ല പയ്യന്മാരല്ലേ? നിങ്ങളുടെ ബഗ് ബാറിലേക്ക് വന്നപ്പോഴേ എന്നെ നല്ലോണം ശ്രദ്ധിച്ചില്ലോ. ഒരു നല്ലത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എന്നെ ബ്രോക്കറാക്കി കളഞ്ഞല്ലോടാ. ഓ, ദേഷ്യപ്പെടല്ലേ. എല്ലാ ജോലികളും ആ ദൈവത്തെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടല്ലേ നിങ്ങൾ പോലത്തെ ആൾക്കാരെ ഞങ്ങൾ പോലത്തെ ആൾക്കാരെ അയച്ചിരിക്കുന്നത്. ആ റോസാപ്പൂ കിട്ടുന്ന സ്ഥലം മാത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാ പിന്നെ നിങ്ങളായിരിക്കും ഞങ്ങളുടെ ഇഷ്ട ദൈവം. നിങ്ങൾ ഈ കാണിക്കുന്ന കാണുമ്പോ കോസ്റ്റ്ലി ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ച് പിന്നെ അതിനെ ഛർദ്ദിച്ച് കാശ് പോയല്ലോ എന്ന് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട്. ഇനി നോക്കിയേ, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരരുതെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേട്ടിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. കേട്ടോ കുട്ടികളെ? പോയിന്റ് നമ്പർ 1, അത് പിന്നെ യാതൊരു കാരണവശാൽ സെൽഫി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടരുത്. പോയിന്റ് നമ്പർ 2, നിങ്ങൾ എത്രയ്ക്ക് അവരെ ഇംപ്രസ് ചെയ്യുന്നോ അത്രയ്ക്ക് ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അട്രാക്ഷൻ ആൻഡ് ഇംപ്രസ് is very very important. പോയിന്റ് നമ്പർ 3, യാതൊരു കാരണവശാൽ നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങൾ ആരോടും പറയരുത്. വല്ല കള്ളത്തനവും ഊഹിച്ചെടുത്ത് അവരോട് പറഞ്ഞു ഒരു തള്ളുക. പോയിന്റ് നമ്പർ 4, യാതൊരു കാരണവശാൽ അവരുടെ സ്പോട്ടിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സ്പോട്ടിലേക്ക് അവരെ വർത്തിക്കുക ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പോയിന്റ് നമ്പർ 5, ഒരു പക്ഷേ വേറെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ 3 പേരല്ലാതെ മറ്റാർക്കും ആ പ്രശ്നം അറിയാൻ ഇടവരുത്തരുത്.
പ്രോബ്ലം എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ അത് സോൾവ് ചെയ്തോളൂ. ആക്രാന്തി മൂത്ത് സേഫ്റ്റി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മാറാരോഗം വരൂടെ. പറഞ്ഞ നേരം വിളിപ്പിക്കും. സേഫ് സെക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സാറിന്റെ പോയിന്റ്സ് എല്ലാം ഞങ്ങൾ അതേപടി ഫോളോ ചെയ്തോളാം. ഏരിയ അഡ്രസ് ബഡ്ജറ്റോ? നിക്കടാ, ധൃതി പിടിക്കാതെ. ഐമാക്സ് ഓപ്പോസിറ്റിലുള്ള കത്തീഡ്രൽ റോഡ്, അവിടെ പാനിപ്പൂരി വണ്ടിയിലെടുത്ത് ആ റോസാപ്പൂ നിൽക്കും. നിങ്ങൾ അടുത്ത് പോയി കളർഫുൾ എന്ന് പറഞ്ഞ് അവള് കളർഫുൾ എന്ന് പറയും. അതാണ് അവളുടെ പാസ്വേഡ്. മാമനോ? നിങ്ങളുടെ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി പെടുമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരണം. തീർച്ചയായും തിരിച്ചു വരും. ഐ വിൽ വെയിറ്റ്. സോറി ഗേൾസ്, ഈ വേസ്റ്റ് ഫെലോസ് കാരണം നമ്മുടെ ടൈം വേസ്റ്റ് ആയി പോയി. വരൂ കുട്ടികളെ, വരൂ, നമ്മുടെ ടൈം എൻജോയ് ചെയ്യാം. ഇതാണ് കളർമാവൻ പറഞ്ഞ സ്ഥലം. അതേ റോഡ് തന്നെയാ. പാനിപ്പൂരി വണ്ടിയുണ്ട്. ആഹാ, കളർമാമൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ്. അതൊക്കെ ശരി. റോസാപ്പൂ എവിടാ? അവിടെ നോക്ക്, ആ പെണ്ണ് തന്നെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന റോസ്. പക്ക. ആള് കാണാൻ നല്ല ഡീസന്റ് ആണല്ലോടാ. മിസ്സായ നമ്മളെ മാരേജ് പ്രോപ്പർട്ടി ഡാമേജ് ആവും. അളിയ, നമ്മളിത് എത്ര കണ്ടതാടേ. തളരാതളിയാ, ഞാനിവിടെ ഇല്ലേ. ആഹാ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ ചേട്ടന് നന്നായിട്ട് അറിയാം. ടിൻഡുമൊന്ന് മിണ്ടാതിരുന്നാ മതി. ജസ്റ്റ് ഫോളോ മീ ഐസേ. എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു. ചേട്ടനെ കാണാൻ ഓംപുരി പോലെ ഉണ്ട്. ഒരു ബേൽപുരി തരാമോ? കളർഫുൾ. കളർഫുൾ. അത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം. അതെ. ഒറ്റയ്ക്കാണോ? ഞങ്ങളുണ്ട്. ഞാനുണ്ട്. പാർട്ട്നേഴ്സ് ആണ്. ബേൽപൂരി. അല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? എന്താ ഇത്ര ആലോചിക്കുന്നത്? ഒരാൾക്ക് 5000 ആണ്. 3 പേരാണെങ്കിൽ 15000 ആവും. അത് ഓൺലി ഫോർ 3 hours. പണിയുടെ കാര്യത്തിൽ ഞാൻ പ്രൊഫഷണലാ, അത് പറഞ്ഞേക്കാം. നോ ബാർഗെയിൻ, ഫിക്സഡ് റേറ്റ്, ജെന്യൂൻ സർവീസ്. പ്ലേസ് നിങ്ങളുടെയോ അതോ എന്റെയോ? പോയിന്റ് നമ്പർ 4, യാതൊരു കാരണവശാൽ അവരുടെ സ്പോട്ടിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ സ്പോട്ടിലേക്ക് അവരെ വരുത്തിക്കുക. ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഹലോ, പ്ലേസ് എവിടെയാ? ആദ്യം അഡ്വാൻസ് എടുക്ക്. ഓഹോ, നല്ല സ്ട്രിക്റ്റ് ഓഫീസറാണ്ടേ. തത്സമയം ഇത് പിടിക്ക്. വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ബാക്കി കാശ് തന്നായി കേട്ടോ. എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് യുവർ സ്വീറ്റ് നെയിം? ജിലേബി. ഓ, ജിലേബിയാ. ഓക്കെ, നല്ല സ്വീറ്റ് ആയിരിക്കും അല്ലേ അത്? ലൈഫിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. അതെ, എന്താ നിന്റെ പേര് ഇങ്ങനെ ജിലേബി? എന്തിനാന്ന് വെച്ചാ എന്റെ ചെറുപ്രായത്തിൽ എന്റെ അച്ഛൻ ജിലേബി വിറ്റുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടയിൽ വരുന്നവരെല്ലാം എന്നെ കണ്ട് ജിലേബി ജിലേബി എന്ന് വിളിക്കുമായിരുന്നു. ജിലേബിയായി. ഓക്കെ അല്ലേ? ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന മഴ വരും. എന്നാ പോവാല്ലേ? നിങ്ങൾ തിന്നിട്ട് വന്നാ മതിയെ. കിട്ടുമെന്ന് വിചാരിച്ചു വന്നപ്പോഴേക്ക് കിട്ടിയത് അടിപൊളി സാധനം. റോസാപ്പൂ ആഗ്രഹിച്ചു വന്ന് നമുക്ക് കിട്ടിയത് ഒരു ജിലേബിയാണ്. അറിയാം, ഇന്ന് നമുക്ക് ശിവരാത്രിയാണ്. Ladies and gentlemen, taste this jalebi song. മധുരത്തിൻ കുഴലാണ്, മിതമായ വിലയാണ്, മതിമതി
മതിയാവില്ലാർക്കും കൊതി തീരാ പൊരുളാണ്. മധു നിറയും നെയ്യാണ്, മിനുമിനുങ്ങും ചേലാണ്, മദനനും മതിമയങ്ങും ജിലേബികളാണ്. എല്ലാവരും തേടും മതിമധുരത്തോടാണ്. ജിലേബി 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 ജിലേബികളാണ്. ജിലേബി 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 മോളാണ്. ഈ ഗാനത്തിൻ തേനോളത്തിൽ ഒഴുകിയിടം കുളിർ കൂടെ വാ. നീയും ഞാനും ലയിച്ചുഴിയിൽ ആഴാമൊന്നായി കരളെ വാ. ഉന്നാരം മൂളി കിന്നാരം ചൊല്ലി എന്നാളും കളിച്ചിരിയായി വാ. ജിലേബി 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 സ്വീകരിയേ. ജിലേബി 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 ജിലേബികളാണ്. ഓരോ രാവും നിന്മാറിലായി രോമാഞ്ചനദിയാൽ പടരാം ഞാൻ. തീവേനലും തേന്മാരിയായി മാറ്റാം നീയാടിക്കൂടെ വാ. ആഘോഷമാക്കാം നിമിഷങ്ങളെല്ലാം ആനന്ദപൂരം കൊണ്ടാടാം. ജിലേബി 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 സ്വീകരിയേ. ജിലേബി 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 ജിലേബികളാണ്. ജിലേബി 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 സ്വീകരിയേ. ജിലേബി 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 ജിലേബികൾ ഞാനേ. ജിലേബി 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 ജിലേബികൾ ഞാനേ. വെൽക്കം ടു മൈ ഹോം. എന്തൊരു സോഫ്റ്റ്. വലത് കാൽ വെച്ച് അകത്തേക്ക് വരൂ ജിലേബി. വന്ന് കയറിയതിന് ശേഷം ഏത് കാലം വെച്ചാൽ എന്താടാ പന്നി? ഒലിപ്പിക്കല്ലേ അവള് തെന്നി വീഴും. ഏതെങ്കിലും ഒരു കാലെടുത്ത് വെച്ച് വരൂ. പക്ഷെ കാല് വെക്കണം. അയ്യോ ബാക്ക് കണ്ടില്ലേ ബെൻസുകാരന്റെ Please sit. ബമ്പർ പോലെ. It's very clean. Like me, അയ്യോ ഐഡിയ പ്രോമിസ്. നിങ്ങള് വീട് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതിനല്ലേ ഞാൻ ഒന്നിന് 2 അസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, എനിക്കൊരു ചെറിയ പണിയുണ്ട്. ദേ പോയി ദാ വന്നു. ഓക്കേ വിഘ്നേശ്വര, വിഘ്നവിനായക, ഞാൻ ആദ്യമായിട്ട് ഏത് ജോലി ചെയ്താലും തടസ്സം വരാതിരിക്കാൻ നിന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ വൃത്തികെട്ടമാര് വെള്ളം ഒടിക്കുമ്പോഴും സീർട്ട് വലിക്കുമ്പോഴും പിങ്ക് പാർട്ടി ചെയ്യുമ്പോഴും ലവ് ആണെങ്കിലും ലൈൻ ആണെങ്കിലും നിന്നെയോ ഒരിക്കലും ഓർമ്മിക്കില്ല. എന്നാ ഞാനോ നിന്റെ പരമഭക്തനാ. അങ്ങനത്തെ തെറ്റൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം നീ കണ്ടു കഴിഞ്ഞാൽ ആ പാപം വന്ന് ചേരാൻ പോകുന്നത് എന്നെയാ. സോ ക്ലോസ് യുവർ ഐസ്.
ഹലോ ബുള്ളറ്റ് രാജ. ഹലോ ബ്രദറെ, നിന്നെ തന്നെ. സ്വപ്നം നീയാണ് കാണുന്നത്, അവളല്ലടാ കണ്ണാ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? നിന്നെ അവളെ വെച്ച് നോക്കുമ്പോ ഹാസ്റ്റൽ വാർഡന് 6ാം ക്ലാസ് പെണ്ണ് പോലെ ഇരിക്കുന്നു. പോടാ, പോവാം പോവാം. ഹലോ, എന്തായി കാണിക്കുന്നത്? അതൊന്നുമില്ല, ഒരുപാട് സന്തോഷം ഉണ്ടാവുമ്പോ എന്റെ ബോഡി ടൈറ്റ് ആവും. അതുകൊണ്ടാ ഞാൻ യോഗ ചെയ്ത് എന്റെ ബോഡി ലൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങള് വളരെ ഗ്രേറ്റ് ആണ്. അത് ശരിയല്ലേ? ആണുങ്ങൾ എപ്പോഴും ഗ്രേറ്റ് തന്നെയല്ലേ? നോ 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 നോ, ഞങ്ങൾ പെണ്ണുങ്ങളാണ് എന്നും ഗ്രേറ്റ്. അങ്ങനെയൊന്നും അല്ലെന്നേ. ഒരു സ്ത്രീക്ക് ഒരു കൊല്ലത്തില് ഒരൊറ്റ കുഞ്ഞിന് മാത്രമേ അമ്മയാകാൻ സാധിക്കൂ. എന്നാൽ ഒരു ആണിനോ ഒരു കൊല്ലത്തില് 365 കുട്ടികളുടെ അച്ഛനാകാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യു സോ ബ്രില്യന്റ്. ബ്രില്യന്റോ? ഞാനോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സന്തോഷം ഞാൻ എല്ലാരോടും പങ്കിടാൻ പോവാണ്. ഒറ്റ സെക്കൻഡ്. ഈ ബ്രില്യന്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒരു ദിവസത്തിൽ അത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി ഏതൊരു കാര്യത്തിന് വേണ്ടിയാ ഒറ്റക്കാലിൽ നിൽക്കുന്നെന്ന് പറയാൻ പറ്റുമോ? ഷഡി ഇടുന്ന സമയത്തും ഷഡി ഊരുന്ന സമയത്തും. അതല്ലേ ആൻസർ? നിങ്ങൾ എന്നെക്കാളും വളരെ ബ്രില്യന്റ് ആണ്. ഈ സന്തോഷത്തിലെ ഞാനൊരു 10 ml അടിച്ചിട്ട് വരാം. 3 ക്ലാപ്പന്മാരാണല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ? നന്നായിട്ട് വേർത്തു. അതാ കുളിച്ചത്. നിനക്ക് വേണ്ടിയാ. ഇയാള് കാണാൻ നല്ല സ്ട്രോങ് ആണല്ലോ. എന്ത് ജോലിയാ ചെയ്യുന്നത്? ശമ്പളം എത്രയാ? ബഗ് റെസ്റ്റോറന്റിൽ മാനേജർ പോസ്റ്റ് ആണ്. മാസം 25,000 രൂപ കിട്ടും. അതുപോലെ 5,000 എക്സ്ട്രയും കിട്ടും. നിന്റെ കാര്യം എങ്ങനെയാ? അങ്ങനെ പറയത്തക്കതായിട്ട് ഫിക്സഡ് സാലറി ഒന്നും എനിക്കില്ല. അപ്രോക്സിമേറ്റ്ലി മുകളിലും താഴെയായിട്ട് ഒരു ദിവസം 30,000 തൊട്ട് 50,000 വരെ കിട്ടും. പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഒരു ദിവസം 50,000 രൂപ. അയ്യോ. നമ്മുടെ പിങ്ക് വിപ്ലവം ഇന്ന് ഈ കളർ മാമൻ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെടിവഴിപാടിൽ നമ്മൾ വടിയാവോടാ. വടിയാവോ? പോയിന്റ് നമ്പർ 6. അൺടിൽ ദാറ്റ് ടൈം ലുക്ക് ദേർ. ആക്രാന്തി മൂത്ത് സേഫ്റ്റി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വല്ല മാറാരോഗം വരോടെ. സേഫ് സെക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് പോയി ആക്സിഡന്റ് ആയ തല തെറിക്കും ഗ്യാരണ്ടി. അതിനാണ് പറഞ്ഞത് സാധനം സൈഡ് ഡിഷ് മേടിച്ചോണ്ട് വരുമ്പോ അതും കൂടെ മേടിച്ചോണ്ട് നിക്കേ. ഞാൻ പോയി വാങ്ങിച്ചോണ്ടോ? എല്ലാരും കൂടെ ബാക്ക് സീറ്റിൽ കയറി ഇരുന്നാ ആര് സ്റ്റിയറിംഗ് പിടിക്കും? മാത്രമല്ല ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്റെ പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. അങ്ങനത്തെ ഞാൻ പോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ചീപ്പാവില്ലേ അളിയാ? പിന്നെ ഞാൻ വരുന്നവരെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. സത്യമായിട്ട് ഞാൻ ടച്ച് പോലും ചെയ്യില്ല. പ്രാമിസ്? പ്രോമിസോ? എവിടെ ചെയ്യണം? നീ എവിടെയും ചെയ്യണ്ടടാ. നിന്നെ എനിക്ക് വിശ്വാസം ഉണ്ടാ, നീ ഒന്നും ചെയ്യില്ല. എന്റെ ഡൗട്ട് മുഴുവൻ ആ മുടി വളർത്തവനെയാ. നിന്റെ 2 കണ്ണും അവന്റെ മേളിലായിരിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ദയവായിട്ട് പോടാ. ആദ്യം സേഫ്റ്റി. അതാണ് അതിന്റെ ബ്യൂട്ടി. ഊട്ടിപ്പട്ടണം ചേർത്ത് കെട്ടണം. ഇതിനെ പിടിക്കാനാണോ വന്നേ? നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ട്. നിന്റെ രാശി ഏതാ? രാശിയോ? എന്തിനാ? വിവാഹം കഴിക്കാനാ? ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ല. വെറുതെ ചോദിച്ചാ. കന്നിരാശി. ഫാന്റാസ്റ്റിക്. ഞാൻ വിചാരിച്ചു നീ കന്നിരാശിക്കാരിയായിരിക്കും. എന്റേതേ തുലാം രാശിയാ. നമ്മള് നന്നായി ചേരും. അത് ശരി. ഒരു ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ഡ്യൂട്ടി? 24 മണിക്കൂറും പൈസ കിട്ടുകയാണെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറാ. എന്റെ ഇത് ഫിക്സഡ് റേറ്റ്, നോ ബാർഗെയിൻ, ജെന്യുവൻ സർവീസ്. അയ്യോ നിങ്ങൾ കിടുവാണ് കേട്ടോ. കിടു. ഊരിക്കേ. അത് ഊരിക്കേ. ഊരാണ് പറഞ്ഞത്. ഹനുമാൻ എന്ന് വെച്ചാ എനിക്ക് ഭക്തിയും പേടിയുവാ. ദയവായി ആ ലോക്കറ്റ് ഊരിക്കേ പ്ലീസ്. ഞാനിവിടെ അടച്ചിട്ട് വന്നതല്ലേ, നീ നിന്നെ തുറന്നു കാണിക്കുന്നേ.
ഊര് ജിലേബി, അതിന് ഊര് ജിലേബി, ദയവായ ലോക്കറ്റ് ഊര് ജിലേബി. ആ ലോക്കറ്റ് നിർത്തുന്നുണ്ടോ? മനസ്സിലായി, എടുക്കാം. ആഞ്ജനേയ സ്വാമിയുടെ ഭക്തനാണല്ലേ, എന്നിട്ടാണോ ഈ പണിയൊക്കെ? രാമജയം രാമജയം. അല്ല യേശു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ? ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. ഹനുമാന്റെ ഭക്തനാ ഞാൻ, അറിയോ? എടി പെണ്ണെ പട്ടി കുട്ടി ഊട്ടി എന്തൊരു ബ്യൂട്ടി, സാധനം എവിടെ ഉണ്ട്? അത് ഈ കടയിൽ ഉണ്ട്. എനിക്കൊരു അത് വേണം. അതെന്ന് വെച്ചാ ഏതാ? അത് ഇവിടെ കടയിൽ അത് തന്നെ. ചേട്ടാ ഒരു ഹഗീസ് എടുത്തേ. ആദ്യം അവർക്ക് കൊടുക്ക്. ഹഗീസ 1 മിനിറ്റ്. വേഗം. 30 rupees. താങ്ക്സ് മാഡം. ഹഗീസ്. ഇനി പറയൂ. ഹഗീസ് മനസ്സിലായി. ഒരു പാക്കറ്റ് ഹഗീസ് വേണം അല്ലേ? എന്റെ പൊന്നു മാഷ, അതല്ല ഈ ബോഡി എക്സസൈസ് ചെയ്യില്ലേ നല്ല ശരീരത്തിൽ. അത് ക്വാളിറ്റി കുറയരുത് കേട്ടോ. ഇതല്ലേ ചോദിച്ചത്. ഒരു ദിവസം 3 പ്രാവശ്യം കുടിച്ചാൽ മതി, വേഗം മെലിയാൻ പറ്റും. ഗ്രീൻ ടീ. ഗ്രീൻ ടീ അല്ല, എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 5 കോണ്ടംസ് പാക്കറ്റ് വേണം. മുത്തശ്ശന് ഒടുക്കത്തെ മൈലേജ് ആണല്ലോ. 5 കോണ്ടം. ഈ കാറ് ഏത് റേസിൽ ഓടാൻ പോണെന്ന് അറിയുന്നില്ല. ശരി, വടിയും പിടിച്ച് പോണില്ലേ? ഹലോ. ആ മുത്തശ്ശൻ വാങ്ങിച്ചോണ്ട് പോയില്ലേ, അത് 3 പാക്കറ്റ് വേണം. സ്ട്രോങ് ആയിരിക്കണം. അതായിരുന്നാ? ദിവസവും ടിവിയിൽ പരസ്യം കാണിക്കുന്നത് കാണാറില്ലേ? എന്നിട്ടാണ് നിങ്ങൾ ഇത്രയും കാണിച്ചേ? ചോദിക്കാൻ തന്നെ അവൻ ഇത്രയും സമയം അവിടെ ചെന്ന് എന്ത് ചെയ്യുമോ? 70 രൂപ എടുക്ക്. കാശ് ആ ബാലൻസ് നീ തന്നെ വെച്ചോളൂ. ഉപയോഗിക്കാൻ അറിയാലോ. ഞാൻ പഠിച്ചോളാം. എന്താ മോനെ? വടിയില്ലാതെ നടക്കാൻ കഴിയില്ല, കണ്ണാണെങ്കിലോ കാണുന്നുമില്ല. എന്നിട്ട് ഈ 5 സ്ട്രോങ് കോണ്ടം കൊണ്ടുപോയി മുത്തശ്ശ എന്താണ് ചെയ്യാൻ പോണത്? എന്റേത് വളരെ പഴയ കെട്ടിടവാ. ഈ വെള്ളത്തിന്റെ പൈപ്പില്ലേ, അതിൽ ഓട്ട വീണ് വെള്ളം മുഴുവനും ലീക്കായി ചുമര് മുഴുവനും ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് കൊണ്ടുപോയ ഓട്ട അടച്ച വെള്ളം നിന്നു പോവും. അത് ശരി. അത് മാത്രമല്ല, എന്റെ ഭാര്യയുടെ തോട്ടത്തില് പൈപ്പ് ലീക്കായാലും അവളും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. അത് ശരി. കോണ്ടം നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി ആണല്ലേ? ശരി, അപ്പം എന്നാ ശരി, എന്നിട്ട് ഓട്ട അടയ്ക്കണം. പെട്ടെന്ന് പോയി അടയ്ക്കും ഓട്ട. കണ്ടില്ലേ, ഗവൺമെന്റ് എയ്ഡ്സ് വരാതിരിക്കാനും ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി കോണ്ടം ഉപയോഗിക്കൂന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്താ ഈ ജനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുവെന്ന്. പക്ഷെ നിങ്ങൾ മാത്രം കറക്റ്റായിട്ട് ഉപയോഗിക്കണം. സേഫ് ആൻഡ് സെക്യൂരിറ്റി. ഹാപ്പി ലൈഫ്. സൂര്യ അളിയാ, അകത്ത് എന്തെടുക്ക? Hey man, don't disturb me. Please go man. അകത്ത് എന്താണോ നീ ചെയ്തോണ്ടിരിക്കുന്നത്? ഫൈനൽ സ്റ്റേജ് ആടാ. ഫൈനൽ സ്റ്റേജോ? എന്തിന്റെ? ബാത്റൂമിനകത്ത് നീ എന്ത് ചെയ്യാ? ബാത്റൂമിൽ എന്ത് ചെയ്യാനാ? ടാപ്പിലാണെങ്കിൽ വെള്ളം വരുന്നില്ല, എനിക്കാണെങ്കിൽ ഒട്ട പിടിക്കുന്നു. പോയാ മോട്ടറിന്റെ സ്വിച്ച് അവള് വെയിറ്റ് ചെയ്യുന്നു, ഇവിടെ ഇവനും. നോക്കിയേ, നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാ. പെട്ടെന്ന് തുടങ്ങിയ. നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗോ? അറിയില്ല. അതിന് ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, അവരെ ഡ്രൈവ് ചെയ്തോളൂ. ആക്ച്വലി ഞാനൊരു എൽബോർഡാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ നന്നായിട്ട് ഓട്ടിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അതുപോലെ നീയും ഞാൻ നല്ലൊരു ഡ്രൈവറാണെന്ന് വിശ്വസിക്കണം പ്ലീസ്. ആദ്യം ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലൊക്കെ ഉണ്ട്, പക്ഷെ എവിടെ വെക്കണം എങ്ങനെ വെക്കണമെന്ന് അറിയില്ലല്ലോ. എന്റെ ഗുരുവായൂരപ്പാ. സാർ ഇതാ പാർസൽ. താങ്ക് യു സാറേ. ഫ്ലാറ്റിൽ രാത്രി പാർട്ടി ഉണ്ട്. ഇത് 4 പേർക്ക് തികയല്ലേ, എക്സ്ട്രാ വാങ്ങിക്കണോ? എന്നാ ശരി. തന്നെ എന്നാ വരട്ടെ. ഇതാരടാ? അത് ശരി, കഷണ്ടി. എന്താടോ, നാളെ നിങ്ങളൊക്കെ ദുബായ് പോണെന്നുള്ളത് കേട്ടല്ലോ. കേട്ടോ? വീട് മാറി പോവാൻ പോണെന്നൊക്കെ അറിഞ്ഞില്ല. ഓ, പാർട്ടിക്കുള്ള ഏർപ്പാടാണോ? ഇല്ല, ഞാനും കൂടെ കൂടട്ടെ.
നിങ്ങളുടെ പാർട്ടിക്ക്. വേണ്ട 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 വേണ്ട, ഇത് പ്രായപൂർത്തിയായവർക്ക് മാത്രമാണ്. ചുമ്മാ ഒരു കോമഡി, തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. ഇത് വേറെ ആൾക്കാണ് ബോസേ. എന്നെ പോലെ നാറികളെ ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പോയി പാൽക്കുപ്പിയില് സാധനം ഒഴിച്ച് നിപ്പിളിട്ട് ചപ്പി കുടിക്കുന്ന പിള്ളേരല്ലടാ നിങ്ങള്. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എടാ സത്യം പറയടാ കഴുത. ഇയാളുടെ കഴപ്പെന്തോന്നു? സത്യം പറയട്ടെ, ഞങ്ങൾ വീട്ടിൽ പോയി നിപ്പിളിലാണ് കുടിക്കാൻ പോകുന്നത്. കാരണം കുട്ടി പിള്ളേരല്ലേ. ഇയാളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ കുടിക്കേ. കഷണ്ടിത്തലേന്റെ കോമഡി. ഈ സമയവുമാർ അവിടെ എന്ത് ചെയ്യുന്നോ എന്തോ ടെൻഷൻ ആയിട്ടുണ്ടല്ലോ. ഓട്ടോ No, 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 you please stand there. I will open the door. വാ വാ കേറി വാടാ. ആരും കണ്ടില്ലല്ലോ അല്ലേ? നീ എന്തിനേ ഭയങ്കരമായിട്ട് റെഡിയായില്ലേ? എന്നാ പിടി, എടുത്തോണ്ട് പോയി ഫ്രിഡ്ജിലിട്. യു ഓൺലി. പിടി, നീ മാത്രമല്ലടാ, ഞങ്ങൾ ഇനിയും രണ്ടുപേരുണ്ട്. സോറി ഫോർ ദ ഡിലേ. നല്ലൊരു മസാല പടവാ, കണ്ടിട്ടുണ്ടാ? ഈ പൊസിഷനിൽ കാണുമ്പോൾ ബാഹുബലി രാജമാതയെ പോലെ തന്നെ ഉണ്ട്. പയ്യന്മാർക്ക് അല്പം നാണം കൂടുതലാ, കാരണം ഇപ്പോഴല്ലേ വളരുന്നത്. നിങ്ങൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ. നിന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഹൈറ്റ് കുറവാണെങ്കിലും വയലന്റ് ആയിട്ട് ആലോചിക്കുമെന്ന്. ആക്കിയതായിരിക്കും. അതെ അതെ അതെ. നിങ്ങൾ 1000 പറ, ഇന്നത്തെ ജനറേഷൻ ഒരിക്കലും ഫോർവേഡ് ആയിട്ടില്ല. ഐഫിൽ ടവറിനെ അരമണിക്കൂറിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ കടയിൽ പോയി കോണ്ടം വാങ്ങിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് അറിയാമോ? വളരെ കഷ്ടമാണ്. ഈ പബ്ലിക്കില് അമ്മ കൊച്ചിന് പാല് കൊടുക്കുന്ന അത്ര കഷ്ടം. ഇതിനായിരുന്നു ഇത്രയും ടെൻഷൻ? എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിനു വേണ്ടിയാണ് ഇത്രയും സമയം വേസ്റ്റ്. എന്റെ പ്രൊഫഷണലിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അറിയാം. ഫിക്സഡ് റേറ്റ്, നോ ബാർഗെയിൻ, ജെന്യൂൻ സർവീസ്. അതന്നെ. ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? റിലാക്സ്. എന്തിനാ? വണ്ടിയിൽ അല്പം പെട്രോൾ ഇട്ടാലേ അതിന് നല്ല മൈലേജ് കിട്ടുകയുള്ളൂ. യു പ്ലീസ് വെയിറ്റ്. പിങ്ക് പാർട്ടി റെഡി. ഒഴിക്കടാ, നാണിക്കാതെ ഒഴിക്ക്. പിങ്ക് പാർട്ടിക്ക് വേണ്ടി. ഇതെന്താ ഇത് ഇങ്ങനെ കുടിക്കുന്നത്? ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ മമ്മിയുടെ പാലാ കുടിച്ചോണ്ടിരുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്തെ മിൽമ പാലായിരുന്നു കുടിച്ചിരുന്നത്. കോളേജ് പഠിക്കുമ്പോ ബിയർ കുടിച്ചോണ്ടിരുന്നു. ജോബ് ചെയ്യാൻ തുടങ്ങിയതും കോക്ടെയിൽ കുടിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ 3 പേര് ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് വേറെ വേറെ ആയിരിക്കാം, പക്ഷെ പേസ്റ്റ് മാത്രം ഒന്നാണ്. മനസ്സിലായി. നിങ്ങളുടെ 3 പേരുടെയും ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പാ. നീ ഈ നഴ്സറി കഥയൊന്നും പറയല്ലേ, ചെറിയ പിള്ളേരെ പോലെ. വളരെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ടൈം വേസ്റ്റ് അല്ലേ? എന്നെയല്ലേ നീ ചെറിയ പയ്യനെന്ന് വിളിച്ചത്? നാളെ വെളുക്കുന്നതിന് മുമ്പേ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഇത് ഇവനാണ് സത്യം, ഇവനാണ് സത്യം, ഇവനാണ് സത്യം. സത്യം ചെയ്യാൻ എന്റെ തലയാണ് കിട്ടിയത്. വെള്ളം അടിക്കട്ടെ. എന്തെങ്കിലും പറയടാ. അയ്യോ, ഞാൻ ആരെയും ലവ് ചെയ്യുമൊന്നും ചെയ്തിട്ടില്ലേ. ഞാൻ വളരെ നല്ല പയ്യനാ. എന്നാ എനിക്ക് ഈ പിങ്ക് പാർട്ടി ഭയങ്കര ഇഷ്ടാ. നീ എന്ത് പറയുന്നു ജിലേബി? ജിലേബി കുട്ടിയുടെ കഥ ഒന്ന് പറയോ പ്ലീസ്. എന്റെ കഥ നിങ്ങൾക്ക് എന്തിനാടാ? എന്താ നോക്ക്, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു. സോ ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ ആം ഗോയിങ് ബൈ. നോ 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 നോ, ഇപ്പൊ പറഞ്ഞേ പറ്റൂ. ഓക്കെ, എന്നാ എന്റെ കഥ കേട്ടോ. ഞങ്ങളുടേത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു ജിലേബി കടയുണ്ടായിരുന്നു. ദിവസവും സ്കൂള് കഴിഞ്ഞ് വൈകുന്നേരം അച്ഛനെ സഹായിക്കാൻ ഞാൻ കടയിലെത്തുമായിരുന്നു. കാരണം ഞങ്ങളുടെ കടയിൽ എന്നും നല്ല തിരക്കായിരിക്കും. വരുന്നവരെല്ലാം എന്നെ ജിലേബി ജിലേബി എന്ന് വിളിച്ച് കളിയാക്കും. അതെല്ലാം കണ്ട് എൻ്റെ അച്ഛൻ വളരെ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിച്ച് ഒരു ദിവസം സന്തോഷത്തോടെ അച്ഛൻ അങ്ങ് പോയി. അച്ഛൻ പോയതിന്റെ വിഷമം മാറുന്നതിന് മുൻപ് ജോണി, എൻ്റെ സ്നേഹിതൻ, എനിക്ക് തുണയായി വന്നു. അത് പിന്നെ പ്രണയമായി മാറി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയും വിറ്റിട്ട് ഞാൻ അവൻ്റെ കൂടെ ഈ സിറ്റിയിലേക്ക് വന്നു. നല്ലൊരു ഉദ്യോഗം കിട്ടിയതിന് ശേഷം
എന്നെ കല്യാണം കഴിക്കാമെന്ന് അവനെന്ന് പറഞ്ഞത്. ആ വയസ്സിൽ വീട് വിട്ട് വന്നതും പുതിയ ലോകം കണ്ടതും ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. പെണ്ണുങ്ങളുടെ സ്വപ്നം എന്നും സ്വപ്നമായി തന്നെ നിൽക്കും. കാരണം കരഞ്ഞു തീർക്കേണ്ട ഒരു ജന്മമല്ലേ സ്ത്രീ ജന്മം. ഞാനും ഒരു സ്ത്രീയല്ലേ. ഞാനും ഒരുപാട് കരഞ്ഞു. അച്ഛൻ പോയതുകൊണ്ടോ വീട് വിട്ട് വന്നതിന്റെ വിഷമം കൊണ്ടോ അല്ല. ജോണി മനുഷ്യരെ തിരിച്ചറിയാത്ത വിധം ഡ്രഗ്സിന് അടിമയായതുകൊണ്ട്. അവസാനം ലഹരി തലയ്ക്ക് പിടിച്ച് അവൻ റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയി. അവനെ വിശ്വസിച്ച് വന്ന ഞാൻ അനാഥയായി. കുറച്ച് ദിവസത്തിൽ ജോണിന്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. എന്നെ സമാധാനിപ്പിക്കാനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവന്മാരുടെ ഉദ്ദേശം വേറെയാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി, ഓരോ പുരുഷനും താൻ ആണാണെന്ന് തെളിയിക്കാൻ തുടങ്ങും. അവരൊക്കെ കൂടി എന്നെ നശിപ്പിച്ചു. കുറച്ച് ദിവസം ഞാൻ അതോർത്ത് കരഞ്ഞു. എനിക്കെന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, അത് തന്നെ അങ്ങ് തൊഴിലാക്കി മാറ്റാൻ. ഇതാണ് എൻ്റെ കഥ. ലാസ്റ്റ് വിക്കറ്റും വീണു. എടാ എൽബോടെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ മലന്നടിച്ച് കിടക്കുന്നു. ഇവൻ ചുമരിച്ചാരി കിടക്കുന്നു. എടാ കാലുപൊക്കി കാര്യമ. ഇവന്മാരെ കൊണ്ട് വേസ്റ്റ്. ഓം നമഃ ശിവായ. എന്താടാ ആളിയാ കുറച്ചു നേരം മനുഷ്യന് ശല്യം ചെയ്യാ. എന്തേര് ജിലേബി? ആ വെളുപ്പാൻ കാലത്താണോടാ ജിലേബി കഴിക്കുന്നത്? നിനക്ക് വിവരല്ലേ? കഴിക്കുന്ന ജിലേബി ആടാ, റോസാപ്പൂ, ചുമന്ന സാരി, ചരക്ക്. ആ ജിലേബിയാടാ നമ്മൾ എല്ലാവരും 5000 ഈച്ച് കൊടുത്തില്ലേ? അതേടാ ജിലേബി. നീ അവൻ ഇവിടെ നമ്മളെ ടൈറ്റ് ആക്കിട്ട് അവളുമായി മണിയറ പങ്കുവെച്ച് കാണും. ഞാനും 5000 കൊടുത്തല്ലേടാ. കണ്ടില്ലേ അവന്റെ ഒരു ഇരിപ്പ്? ഓട്ടാ ആഹാ, ആ കിടത്തം കണ്ടില്ലേ? മലമ്പുഴ യക്ഷിയെ പോലെ. അവന്റെ ഇരുത്തം നോക്കിയാണ്. ഒന്നും അറിയാത്ത കൊച്ച കുട്ടി. ഞങ്ങൾ അവിടെ കുടിപ്പിച്ച് കിടത്തിട്ട് നീ ഇവിടെ വന്ന് കളി തുടങ്ങിയല്ലേ? അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ? എന്റെ പൈസ തിരിച്ചാടാ. നീ ചോദിക്കടാ, ചോദിക്ക്. ഇപ്പൊ എന്റെ റൗണ്ട് അല്ലേ? ഞാൻ ഇന്നലെ തന്നെ സത്യം ചെയ്തതല്ലേ? നീ ഗുണം പിടിക്കില്ല. കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന്. എന്റെ 5000 തിരിച്ചാടാ. ഇതെന്താടാ തലയിൽ രക്തം? ചത്തുപോയടാ. ചത്തുപോയോ? ചത്തുപോയോ? എന്താണ് സത്യം പറയടാ. ഒരു ലേഡിയുടെ
പരിപാടിയെ കണ്ട ആരെങ്കിലും നമ്മളെ വെറുതെ വിടുവാടാ. അയ്യോ ഏത് ജയിലാണെന്ന് അറിയില്ലല്ലോ. മഹാഭാവി മഹാഭാവി, നീ എന്തിനാണ് ആ പെണ്ണിനെ കൊന്നത്? അവൾ നിനക്ക് എന്താ പാവം ചെയ്തടാ? നീ എന്ത് കാരണം കൊണ്ടാണ് അവളെ കൊന്നത്? കാര്യം പറടാ. ഞങ്ങളുടെ ജീവിതം പോയില്ലടാ, ഞങ്ങളുടെ ജീവിതം പോഞ്ഞാട്ടെ ആയില്ലടാ. റിലാക്സ് ആയിട്ട് കാര്യം പറ. എന്തിനാ കൊന്നെന്ന് പറ. റിലാക്സ് കാര്യം പറ. ചോറ്റാനക്കര ഭഗവതി, കൊടുങ്ങല്ലൂരമ്മേ, ആറ്റുകാലമ്മേ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആ ഭാഗത്ത് ചെയ്തതിന് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിന് വല്ല ബന്ധമുണ്ടാ? ഞങ്ങളിവിടെ ദേഷ്യത്തിലിരിക്കുമ്പോ അവൻ ടെമ്പിൾ റൺ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ആംഗ്രി ബേഡാവും അകത്ത്. അയ്യോ ശവം അതുപോലെ തന്നെ ഉണ്ട്. രാത്ത് പിടിക്കുന്നേ. ഇതെങ്കിലും ആക്കിയില്ല. ഇത്രയും പറഞ്ഞിട്ടും ഒന്നും അനങ്ങുന്നില്ലല്ലോ. അത്ര സീരിയസ് ആയിട്ട് എന്താ ചെയ്യുന്നേ? എടാ ഇതെന്താടാ സെക്ഷൻ 302 പനിഷ്മെന്റ്, ജയില്. അയ്യോ തൂക്ക് കയറാണോ? ഞാൻ ഇതുവരെ ഒരിക്കലും തൂങ്ങിയിട്ടില്ലല്ലോ. കയറ് വേദനിക്കുന്നു. ഈ കൊല ഞാൻ ചെയ്തില്ല. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി എന്താ നടന്നെന്ന് ഞാൻ പറയും, കേൾക്ക്. വെളുപ്പം കാലത്ത് എണീറ്റതും ഒടുക്കത്തെ ഹാങ് ഓവർ ആയിരുന്നു. ജിലേബിക്ക് വേണ്ടി ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു. കാരണം നിങ്ങൾ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. നിങ്ങൾ ഉടനെ ഒന്നും എണീക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ രഹസ്യമായി ജിലേബിയായിട്ട് കിടക്ക പങ്കിടാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവളുടെ അടുത്തെത്തി. ജിലേബി, പയ്യന്മാരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് ജിലേബി 2021 ജയനാണ് ഞാൻ. എന്റെ സീമയാണ് നീ. ഇതാണ് നടന്നത്. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെയുള്ളത് നമ്മൾ 3 പേര് മാത്രമാണ്. ഞാനാണെങ്കിൽ ഇത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരിൽ ആരും ആയിരിക്കും ഇത് ചെയ്തത്. എന്താ എല്ലാരും ഭയങ്കര തീവ്രമായിട്ട് ആലോചിക്കുന്നേ? ചിലപ്പോ ഇവനായിരിക്കോ ചെയ്തത്. എന്നെ കൊച്ചുപയനെന്ന് വിളിച്ചല്ലേടി നീ? നോക്കിക്കോ, നാളെ വെളുപ്പിനുള്ളിൽ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഇത് ഇവനാണ് സത്യം. എടാ സത്യം പറഞ്ഞോ, അവളെ കൊന്നത് നീയല്ലേ? നീയുടെ കരിമാളെ കൊന്നത്. പറയടാ സത്യം പറയാൻ. അയ്യോ ആരോ വന്നു. ഞാനല്ലടാ അളിയാ. ആ ഓണർ ചേട്ടൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്.
ഇപ്പൊ തുറക്കടാ വാതില്. എന്താടോ വാതിൽ തുറക്കാൻ ഇത്രയും നേരം? അപ്പോഴേ വന്ന് ഞാൻ ബെല്ലടിച്ചതാ, ഉറങ്ങുമായിരിക്കുമെന്നും കരുതി തിരിച്ചുപോയി. ഇപ്പൊ വന്നിട്ട് 4 പ്രാവശ്യം ബെല്ല് അടിച്ചു, പിന്നെ വാതിലും മുട്ടി. തുറക്കാൻ ഇത്രയും നേരമോ? എടോ പെയിന്ററേ ഇങ്ങോട്ട് വാ. പെയിന്ററാ, വീട് മുഴുവനും കണ്ടിട്ട് പോവാൻ വന്നതാ. ഇന്നലെ വന്നിരുന്നില്ലേ സന്തൂർ മേഡം, അവർക്ക് വീട് ഫിക്സ് ആയെന്നേ. നിങ്ങൾ പോകുന്നു, അവര് വരുന്നു, അത്രേ ഉള്ളൂ. ആ മേഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് പെയിന്റാ വേണ്ടെന്ന് നോക്കിയിട്ട് അവനങ്ങ് പോവും. നീ ചെന്ന് നോക്ക്. എന്തുവാ നിക്കുന്നേ? ചെന്ന് നോക്കടോ. എടാ എന്താ മക്കളെ, ഇനിയും സാധനം ഒന്നും പാക്ക് ചെയ്തില്ലേ? വൈകിട്ട് നിങ്ങൾ പോകുന്നില്ലേ? 4:30-ക്കുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ അഡ്വാൻസ് ഞാൻ തിരിച്ചു തരില്ല. അളിയാ, ഇവനെ കണ്ട അങ്ങനെ മോർച്ചറിയിൽ നിന്ന് എഴിച്ചു വന്ന പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ നടക്കാം. ഇവിടെ ഒന്നുമില്ല, 2 മുറിയേ ഉള്ളൂ. ഇയാൾ അങ്ങോട്ട് പോയാ. അകത്ത് പോയ ആശാനെ കാണുന്നില്ല. ശരിയാണ്. ഈ വീടിനെ സംബന്ധിച്ച് ഇവരൊക്കെ മഹാലക്ഷ്മിയുടെ പുത്രന്മാര് തന്നെയാ. നിനക്കധികം പണിയുണ്ടാവില്ല, അങ്ങനെയല്ലേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? വന്നപടി തീർന്നല്ലോ, സ്ഥലം വിട്. അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? അവന് സംസാരിക്കാൻ കഴിയില്ല, ഊമയാ. നാക്കില്ലെങ്കിലും ആക്ഷൻ കാണിക്കുന്നു. തോന്നില്ല. എങ്ങോട്ട് പോവാ? പോവാണോ? എന്താണ് പറ്റിയത് നിനക്ക്? പോട്ടെ, അവന് വട്ട എന്നാ തോന്നുന്നു. ഓർമ്മയുണ്ടല്ലോ, 4:30 മണി, രാഹുകാലം ക്രോസായെന്നിരിക്കട്ടെ. അഡ്വാൻസ് മണി നോ റിട്ടേൺ. വേഗം ചെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക്. അയ്യോ മറന്നുപോയി, എനിക്ക് സംസാരിക്കാൻ അറിയാം. നോക്ക് മക്കളെ, ഇന്നലെ രാത്രി നിങ്ങളൊക്കെ എന്റെ വീട് നന്നായി നോക്കിയതിന് വളരെ നന്ദി. ചേട്ടൻ നല്ല കുട്ടികളാണ്, തന്തയും തള്ളയും നല്ലോണം വളർത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ എന്റെ ഹൃദയം ഉണ്ടായിരുന്നു, കാണുന്നില്ലല്ലോ അളിയ. എന്തേ സത്യം പറഞ്ഞു, നീ അവിടെ കൊന്നത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. എന്റെ അമ്മയാണ് സത്യം, ഞാനത് ചെയ്തില്ലടോ. ഇന്നലെ നീ സത്യം ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചത് നീ എന്തെങ്കിലും ചാലഞ്ചോ? എന്നെ ചെറിയ പയ്യനെന്ന് വിളിച്ചില്ലേ? വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിനക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇത് ഇവനാണ് സത്യം. അളിയാ, അതൊരു ഫ്ലോയില് പറഞ്ഞാടാ. കണ്ടില്ലേ, ഈ മരുന്ന് കഴിച്ചിട്ട് നന്നായിട്ട് എനർജി ഗെയിൻ ചെയ്ത് നിങ്ങൾ 2 പേരെക്കാളും ജിലേബിയെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ്. എടാ, മാറ്റർ ചെയ്യാൻ തന്നെ മരുന്ന് കഴിക്കുന്ന ഞാൻ മർഡർ എങ്ങനെ ചെയ്യാനാടാ അളിയാ? എന്നെ മനസ്സിലാക്കടാ. ഇങ്ങനെ നിങ്ങൾ പേടിപ്പിച്ചോണ്ടിരുന്ന ഞാൻ രക്തം ഛർദ്ദിച്ച് ഇവിടെ തന്നെ മരിക്കുവാടാ. പോടാ, പോയാ ഫോൺ എടുക്കടാ. നീ എന്തിനാടാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ ജീവിതം നായ നക്കി. സർ പറയൂ സർ, ഞാൻ വീട്ടിലുണ്ട് സർ. ഇല്ല സർ, അവർക്കൊന്നും അറിയില്ല സർ. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം സാറേ. സാറേ വേണ്ട സർ. സർ ഞാൻ തന്നെ അങ്ങോട്ട് വരാം സർ. ഓൾറെഡി ഞാൻ പുറപ്പെട്ടു സർ. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. കൂടി വന്ന 10 മിനിറ്റ്, അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും സർ. തീർച്ചയായിട്ടും സർ. അതെ സർ, അതെ സർ, മനസ്സിലായി സർ. ഓക്കെ സർ.
എടാ ആരാടാ ഫോണില്? ആരടുത്ത നീ സംസാരിച്ചത് പറ. എവിടെയാ പോണേ? ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടി പോവാണ്. ഞാൻ പോയി തിരിച്ചു വരുന്നവരെ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യരുത്. ഫോണിൽ ആരോടും സംസാരിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. വരട്ടെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചു വിട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? നീ ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കടാ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാടാ. 2 മിനിറ്റ്സിൽ തിരിച്ചു വരാം. 2 മിനിറ്റ്സ്, ജസ്റ്റ് 2 മിനിറ്റ്സ്. ആ റോസാപ്പൂവിൽ ഒരു മുള്ളുണ്ടെന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിയുന്നു. നീ ചോര വരുന്നേ? അയ്യോ, ഞാനാരെയും ലവ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു നല്ല പയ്യനാ. പിങ്ക് പാർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ എന്ത് ജിലേബി? ഇന്നലെ രാത്രി നിങ്ങളൊക്കെ എന്റെ വീട് നന്നായി നോക്കിയതിന് വളരെ നന്ദി. എന്റെ തലയെഴുത്ത് എന്നല്ലാതെ എന്ത് പറയാനാ. സമയം ഒരുപാടായി. വാ, നമുക്ക് പോവാം. സമയം ഒരുപാടായി, നമുക്ക് പോണ്ടേ. എന്റെ പ്രൊഫഷണലിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. എന്ത് പറയണത്? അയ്യോ, കാശ് കൊടുത്ത് പ്രേതത്തിനാണല്ലോ വായിച്ചോണ്ട്. ഞാനില്ലടാ കൂടെ. ജിലേബി ഇവിടെ പ്രേതമായിട്ട് അലഞ്ഞു തിരികെയാണോ? ഇവിടെ എവിടെയുണ്ട് കരിമ? ഈ കാലത്ത് പ്രേതം? നീ പേടിക്കാതെ, ഞാനില്ല കൂടെ. അളിയാ, ഞാൻ കണ്ടറിയ അവളെ. വീട്ടിലിങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. നീ ഒന്ന് എണിക്ക്, എണിച്ച് കുറച്ച് വെള്ളം കുടിക്കും. എനിക്ക് എന്റെ വീട്ടിൽ സംസാരിക്കണം. എനിക്ക് വീട്ടിൽ സംസാരിക്കണം. ഫോണ് നിന്റെ കയ്യിലില്ലേ? അത് ജിലേബിയുടെ തലേണയുടെ അടുത്തുണ്ട്. അന്നൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം. അളിയാ, സൂക്ഷിച്ചു പോണേ. വെറുതെ വട്ട് പിടിപ്പിക്കാതെ മിണ്ടാതിരിക്കടാ. അല്ല, പ്രേതം. ജിലേബി. അയ്യോ, ചക്ക എവിടെ? ആ, ഇവിടെ ഉണ്ടാ. പേടിപ്പിച്ചോളടാ. നീ എന്തിനാ അലറിയത്? ജിലേബിയെ കണ്ട് പേടിച്ചോയാ? നീ പറഞ്ഞത് കറക്റ്റാ. ആ പന്നപ്പയലും നമ്മൾ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് അവ എസ്കേപ്പ് ആയടാ. ഇനി നമ്മൾ ഇവിടെ നിന്നാ പേടിച്ച് പേടിച്ച് നമ്മൾ മരിച്ചു. വാ, ഇവിടുന്ന് പോവാ. അതെ, അവള് നമ്മളെ രക്തം കുടിക്കോടാ. ഓടിപ്പോവാം. പെട്ടെന്ന് പെട്ടെന്ന്. എന്താടാ അങ്ങനെ നോക്കുന്നേ? ഞാനാടാ, ശിവനാടാ. എടാ എന്താടാ ഈ കോലം? പന്ന പയലേ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പേടിച്ച് ചത്തോണ്ടിരിക്കുമ്പോ നീ പോയി ഹോളി കളിച്ചിട്ട് വരികയാണല്ലേ? വരുന്ന വഴിക്ക് ഒരു സിനിമ ഷൂട്ടിംഗ്.
തല മുതൽ കാല് വരെ കളറടിച്ച് അവന്മാരെ ഒരു കോമഡിയിലാക്കി കളഞ്ഞു. അല്ലെങ്കിൽ നീ ഹീറോ. നീ എങ്ങോട്ടാ പോയേ? ആരെയാ കാണാൻ പോയേ? എന്തിനാ പോയേ? ഓ അതാണോ? അളിയാ വേണ്ട വേണ്ട, നീ ഒന്നും സംസാരിക്കണ്ട. നീയാണ് ഈ കൊല ചെയ്തത് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോകുന്നു, നീ മാത്രം ഇവിടെ ഇരുന്നോ. നിങ്ങൾ എന്താ പറയുന്നത്? നീ ആ പ്രായത്തിന്റെ കൂടെ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ പോണു. കാലത്തെ നമ്മുടെ ബോസ് ഫോൺ ചെയ്തു. ദുബായ് പോയിൻ റെഡിയായോ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അത്യാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം പറയാൻ നമ്മുടെ റൂമിലേക്ക് വരാന്ന് പറഞ്ഞു. ഇവിടെ വന്ന പ്രശ്നം ഗുരുതരമാവല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിനെ കാണാൻ അങ്ങോട്ട് പോയി. ഗുഡ് മോർണിംഗ് സർ. എന്തോ അത്യാവശ്യ കാര്യം പെട്ടെന്ന് വരാൻ പറഞ്ഞില്ലേ സർ? നീ എന്തിനാ ഇത്ര ദൂരം വന്നേ? ഞാൻ വരുമായിരുന്നില്ലേ? ഇറ്റ്സ് ഓൾറൈറ്റ് സർ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സി, ഈ കവറിൽ നിങ്ങളെ 3 പേരുടെയും പാസ്പോർട്ട്, വിസ, എയർ ടിക്കറ്റ്, സ്റ്റേയിങ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. 6 മണിക്കുള്ളിൽ നിങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാകണം. 4-4:30 ടാക്സി നിങ്ങളുടെ വീട്ടിന്റെ താഴെ എത്തും. അതിനുള്ളിൽ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കണം കേട്ടോ. എന്നാ പിടിച്ചോ. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പുറപ്പെടുന്നു. ഓക്കെ, കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഹാപ്പി ജേർണി, ടേക്ക് കെയർ, ബൈ ബൈ. ഇതൊക്കെയാ രാവിലെ തൊട്ട് നടന്നത്. സോറി അളിയ, പേടിയും ഭയവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് അറിയാതെ നിന്നെ സംശയിച്ചു. സോറിടാ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മൾ 3 പേരെ ഈ കൊല ചെയ്തിട്ടില്ല. എങ്കിൽ ആരായിരിക്കും ചെയ്തത്? ഈ കൊലപാതകം ചെയ്തത് ആരും ആയിക്കോട്ടെ, ബട്ട് നമ്മൾ മാത്രം ദുബായ് പോയാൽ മതിയാവോളിയാ. നമ്മുടെ ബോസ് നമ്മളെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാവോടാ. അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടടാ. അളിയ നീയെങ്കിലും ഒന്ന് പറ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലടാ. എന്റെ അറിവിൽ ഇതിൽ ഒരു പോംവഴിയേ ഉള്ളൂ. പോലീസിനെ വിളിച്ച് സത്യം തുറന്നു പറയാം. അവര് തന്നെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കടാ. വിളിക്കാടാ പോലീസിനെ. പോലീസോ? പോലീസ് ഒന്നും വേണ്ട. പോലീസ് വന്നാൽ നമ്മളെ വെറുതെ വിടുന്നുണ്ടോ നീ വിചാരിക്കുന്നത്? കളർമാമ പറഞ്ഞ പോയിന്റ് നമ്പർ 5 നമുക്ക് ഫോളോ ചെയ്യാം. അതാണ് പോയിന്റ് നമ്പർ 5. കളർമാമനോ? പോയിന്റ് നമ്പർ 5. ഒരു പക്ഷേ വേറെന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ 3 പേരല്ലാതെ 4ാമത് ഒരാൾ അറിയരുത്. പ്രോബ്ലം എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ അത് സോൾവ് ആക്കാൻ നോക്കണം. ഓക്കെ? കറക്റ്റാളിയാ. ഈ ജിലേബിയുടെ അഡ്രസ് എന്നതും കളർമാമന. അവളെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന കാര്യം അങ്ങേർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ട് ഈ കൊലപാതകം അങ്ങേര് ചെയ്തുകൂടാ? അവളെ കൊല്ലാൻ വേണ്ടി അങ്ങേര് ഇത്രയും ദൂരം വരേണ്ട വല്ല കാര്യം? നമുക്ക് വിളിച്ചു ചോദിക്കാം. ഞാൻ തന്നെ വിളിച്ചു ചോദിക്കും. ഞാൻ ചെയ്യാം. ആരെങ്കിലും ഒന്നും ചെയ്യടാ. എന്ത് ചെയ്യണം? അവൻ തന്നെ ചെയ്തിരിക്കണം. ആദ്യം പോയാ ജിലേബിയുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ നോക്ക്. അവൾ ആരാണ്, എവിടുന്ന് വന്നെന്ന് ആർക്കറിയാം? പോയി അവളുടെ മൊബൈൽ എടുത്തോണ്ട് വാ. അതിന്ന് വല്ല ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കാം. നോക്കി പേടിപ്പിക്കാതെ പോടാ. പോവാൻ പറഞ്ഞപ്പോ ഫോൺ ചെയ്ത് കളിക്കാം. അറിഞ്ഞു അറിയാതെ ചെയ്ത് തെറ്റിന് പുറത്ത് കാത്തിരിച്ചിരിക്കണയ്യപ്പാ. ഈ ഫോണ് ലോക്കായല്ലോ. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണം? ഇതിന്റെ പാറ്റേൺ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. ആരാ എവിടുന്നാ വന്നെന്ന് ഒരു പുല്ലും മനസ്സിലാവുന്നില്ലല്ലോ. ഏത് സമയത്ത് എനിക്ക് ബുദ്ധി തോന്നിയത് ദൈവമേ. ആരായിരിക്കും ഇത് ചെയ്തു കാണാ? എന്റെ ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. അയ്യോ, സമയമായി. വീടൊഴിയണം. ഒരു സൈഡ് ഓണറിന്റെ ടോർച്ചർ, മറ്റൊരു സൈഡ് ജിലേബി ടോർച്ചർ, ഇതിനിടയ്ക്ക് കളർമാമന്റെ ടോർച്ചർ വേറെ. ഹലോ ഹലോ. എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും ടോർച്ചർ?
ഗൗരിയമ്മേടാ. എന്താ എന്താ അങ്ങനെ തുറച്ചു നോക്കുന്നത്? അല്ല നില്ല, എങ്ങോട്ട്? അകത്ത് ഞാൻ പറഞ്ഞു. ശമ്പളക്കാശ് മൊത്തം തന്നതല്ലേ, പിന്നെന്തിനാ വന്നേ? അത് പിന്നെ ഞാൻ അത് എടുത്തോണ്ട് പോവാൻ വന്നതാ. നിങ്ങൾ ആരും അറിയാതെ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. നിങ്ങൾ എല്ലാവരും വളരെ നല്ലവരാ. ആ സാധനം കാരണം നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും വരാതിരിക്കാനാ അതിവിടുന്ന് എടുത്തു മാറ്റാൻ ഞാൻ വന്നത്. രാത്രി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ വൃത്തികെട്ട പണി നീയാണോ ചെയ്തത്? സാധനെ ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് എടുത്തോണ്ട് പോയിക്കോളാം. ഈ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എന്റെ കയ്യിലാ ഉള്ളത്. ഇത് തിരിച്ചു തരാന്ന് വിചാരിച്ച്. നിനക്ക് അല്പെങ്കിലും വിവരമുണ്ടോ? അതവിടെ ബെഡ്റൂമിലിട്ട് എടുത്തോണ്ട് പോ. ബെഡ്റൂമിൽ പോവാനോ? അല്ലല്ല, ഞാൻ ബാത്റൂമിൽ പോയിക്കോളാം. പോയിട്ട് വന്ന് എടുക്ക്. എന്തിനാടാ ബാത്റൂമിലേക്ക് പോകുന്നേ? ബാത്റൂമിലോ? ഈ വീട്ടിൽ ഇനി എത്ര ഡെഡ് ബോഡി ഉണ്ടോ? ഒരു ശവത്തിനെ കണ്ടു ഞാൻ പൊറുതി മുട്ടി നിൽക്കുമ്പോഴാണ് വീണ്ടും ഡെഡ് ബോഡിയുടെ നാശം പിടിച്ചവനെ. നീ എത്ര പേരെ കൊന്ന് ഇവിടെ ഇട്ടിരിക്കാൻ? സാധനം കിട്ടി, ഞാൻ എടുത്തോ. ഞാൻ പൊയ്ക്കോട്ടെ. എവിടെ? കാണുന്നില്ല. എവിടെ? കാണിക്കേ. ഒന്ന് പോ സാറേ, എനിക്ക് നാണാവുന്നു. ഞങ്ങളെ പാവപ്പെട്ട ആൾക്കാരാ. ഞങ്ങളുടെ കുടില് ഈ ഷവറും പവറും ഒക്കെ എവിടുന്ന് കിട്ടാനാ? എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ ഈ ഷവറിന്റെ താഴെ നിന്ന് കുളിക്കണമെന്നാ. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഈ വീട് കാലി ചെയ്ത് പോവല്ലേ, അതുകൊണ്ട് ആ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ഇല്ലാത്തപ്പോ ഞാൻ കയറി കുളിച്ചു. അപ്പോഴേ ഈ ചേട്ടൻ ബാത്റൂമിന്റെ പുറത്ത് നിന്ന് ചടപടന് വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ആ വെപ്രാളത്തിൽ ഞാന് ഈ സാധനം ഇടാൻ മറന്നുപോയി. സാരിയും ചുറ്റിക്കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ ഓടി പോകുന്നവരെ മനസ്സിലായില്ലേ അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന്? ഇത് ഇവിടെ ഇരിക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചാ ഞാനേ.
പ്രപഞ്ചത്തിന് എന്നെ വെളിച്ചമായ ശക്തിയാണ് നീ. അങ്ങനത്തെ നിങ്ങളുടെ കണ്ണു പറിച്ച് ഞാൻ ഒരു വലിയ തെറ്റാ ചെയ്തത്. അതിന് തക്കതായ ശിക്ഷയും ഞങ്ങൾക്ക് കിട്ടി. ഇനി മുതൽ ഇങ്ങനത്തെ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. ദയവ് ചെയ്ത് ഈ പാപികളോട് ക്ഷമിച്ച് കരകയറ്റണേ ദൈവമേ. ആരാടാ? പോലീസാണോ? പോലീസോ? ആരെയാ വേണ്ടത്? ടൈഗർ രാജീവ് മേനോനാ. ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടറാ. എനിക്ക് ചുറ്റും 360 ഡിഗ്രിയില് റേപ്പ്, റോബറി, എസ്പെഷ്യലി മർഡർ. സ്മെല്ല് വെച്ച് തന്നെ കണ്ടുപിടിക്കും ഞാൻ. ദാറ്റ് ഈസ് മൈ സ്പെഷ്യാലിറ്റി. അതും ഞാൻ അന്വേഷിക്കുന്നത് ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം. അത്ര എളുപ്പത്തിൽ വിടുവോ ഞാൻ? 9841056569. ആരുടെയാടാ നമ്പർ? അത് നമ്പർ ഇവന്റെയാണ് സാർ. സാർ നമ്പർ എന്റെയാണ് സാർ. പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിതായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, എന്റെ നമ്പർ സാറിന് എങ്ങനെ കിട്ടി? ആ നമ്പർ അല്ലേടാ എന്നെ ഇവിടെ എത്തിച്ചത്. ആദ്യം ഇൻവെസ്റ്റിഗേഷൻ, അത് കഴിഞ്ഞാൽ എൻക്വയറി. കോൺസ്റ്റബിൾ. മനസ്സിലായി സാർ. അണ്ണാ വയറ് അകത്ത് എന്ത് ചെയ്യണം സാറേ? അല്ല, നിന്റെ ഹൈറ്റ് എത്രയാടാ? 4.25 അടി. അപ്പൊ താഴെയോ? ഇടുപ്പ് 35. ഓ, താങ്കളുടെ ഹൈറ്റ് എത്രയാണാവോ? നിവർന്നു നിന്ന 6 ഫീറ്റ് സാർ. കുനിഞ്ഞു നിന്ന 4 ഫീറ്റ് സാർ. ഒരുപാട് കുനിയല്ലേ, എനിക്ക് പണിയാവും മോനെ. അയ്യോ, താങ്കൾ എന്ത് ജോലിയാണാവോ ചെയ്യുന്നത്? ഞാൻ പൂജാരിയാ സാർ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് സ്വാഹ. ഓം ഗ്രീം ജീസസ്. അല്ലാഹു അക്ബർ. ഞാനിത് ഫസ്റ്റ് ടൈം സാർ കാണുന്നത്. എനിക്കൊന്നും അറിയില്ല. ഓം നമോ. സ്റ്റോപ്പ്. സാറേ, ഇവിടെ എല്ലാം ഉണ്ട് സാറേ. പക്ഷെ നമ്മൾ അന്വേഷിച്ചു വന്നതും നമുക്ക് ആവശ്യമുള്ളതും അത് മാത്രം ഇല്ല സാറേ. ഈ ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ടാകണമല്ലോ. നമുക്ക് ആവശ്യമുള്ളത് ആ ബെഡ്റൂമിലുണ്ട്. ചെന്ന് നോക്ക്. ഗോ ഹെഡ്. ശരി സാറേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം. അല്ലാ അല്ലാ, നിന്നെ രക്ഷിക്കണേ. നോക്ക്, എന്റെ അമ്മയാണ് സത്യം. ഇനി ഇവൻ മന്ത്രം ചൊല്ലി അതെന്റെ ചെവിയിൽ വീണാൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വീട്ടിൽ സാറേ, സാറേ, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി സാർ. അത് ഇവിടെയുള്ളത്. മതിയായി, കിട്ടിയെന്ന്. ഇനി ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോവാ. മിണ്ടാതിരുന്നോണം. മന്ത്രം ചൊല്ലി തല്ലിക്കൊല്ലും ഞാൻ. ഈ വീട്ടുടമസ്ഥൻ നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കിക്കേ, വിലപേശലൊന്നും വേണ്ട. കൃത്യ എമൗണ്ട് എന്താന്ന് പറ. വണ്ടിയിൽ ആൾക്കാർ വരും. 1 മണിക്കൂർ കൊണ്ട് എല്ലാം വാരി എടുത്തോണ്ട് പോകുന്നേ. വെറും ഒരു ബാഡി എടുത്തോണ്ട് പോയാൽ 1 മണിക്കൂർ വേണം സാറേ. അല്ല, സാറിന് എത്ര വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചോ. പക്ഷെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഒഴിവാക്കി തരണം സാർ. നിങ്ങളെന്താ ആളെ വടിയാക്കാണോ? ഞാനൊരു മണ്ടൻ ഇൻസ്പെക്ടർ എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഐ ആം വെരി സ്ട്രിക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പോലീസ് ഓഫീസർ.
ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ തന്നെയാണല്ലോ അല്ലേ? ഇതൊക്കെ സെയിൽസിനാണെന്നും പറഞ്ഞ് OLX ഇട്ടത് നിങ്ങൾ തന്നെയല്ലേ? ശരിയാണ് സാർ, ശരിയാണ്. ഞാൻ തന്നെ 2 PC-മാരും ബാംഗ്ലൂരിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ക്വാർട്ടേഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ലല്ലോ അനിയന്മാരെ. അങ്ങനെ അവർ OLX ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ ഈ വീട്ടിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കിട്ടിയത്. അത് എന്നോട് പറഞ്ഞപ്പോ ഈ വീടും വീട്ടുടമസ്ഥനെയും എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നപ്പോ എനിക്ക് തന്നെ കൈക്കൂലി തരാൻ നോക്കുന്നോടാ. സാറിന് ഇഷ്ടമുള്ള പൈസ കൊടുത്ത് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഇവന്റെ വായിൽ ഞാൻ വേറൊന്നും മിണ്ടാതെ ഇവിടെയുള്ള സാധനങ്ങൾക്കെല്ലാം ഞാൻ എന്ത് തരുന്നോ അത് നിങ്ങൾ കണ്ണടച്ച് വാങ്ങിച്ചോണം. പ്രോമിസ് എന്ന് പറഞ്ഞതല്ലേ? പ്രോമിസ്. നമസ്കാരം സാർ. മേഡറോ സാർ? ആള് ലേഡിയാണോ? വീട്ടിനകത്ത് വെച്ചാണോ സാർ? ബെഡ്റൂമിലോ? സാറേ അതേ സ്ട്രീറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സാറേ വീടിന്റെ നമ്പർ പറ സാറേ. അയ്യോ ഇവിടുന്ന് 3 സ്ട്രീറ്റ് അപ്പുറത്താ സാറേ അത്. സാറേ വന്നു സാറേ, വന്നോണ്ടിരിക്കുവോ സാറേ? 2 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി മണത്ത് ഞാൻ കണ്ടുപിടിക്കും സാറേ. സാർ വെക്ക്. ഇല്ല ഞാൻ എൻകൗണ്ടർ ചെയ്യും ഞാൻ. എടോ ഇങ്ങോട്ട് നോക്ക്, നിന്നോടും കൂടിയാ. 1 മണിക്കൂറിനുള്ളിൽ വണ്ടി ഞാൻ ഇങ്ങോട്ട് അയക്കും. നിങ്ങൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആ വണ്ടിയിലിട്ട് ആ സ്പോട്ടിൽ എത്തിയാൽ മതി. ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ 2 പേരും ദുബായിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് കരകയറും. പക്ഷേ ദേണ്ട 11 മാത്രം അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ അലൈഹിം ആമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഇൻഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. മര്യാദയ്ക്ക് നീ നിർത്തുന്നുണ്ടോ? നിർത്തടാ. കുറച്ച് അടങ്ങിയിരിക്കാൻ പറ്റാടാ നിനക്ക്? പോടാ. ശരി വാ, ഒന്ന് വാടാ. ശല്യങ്ങൾ പെട്ടെന്ന്. നിനക്കൊന്നും ടെൻഷൻ ഇല്ലേ? കുറച്ച് മിസ്സായിരുന്നെങ്കിൽ ആ പോലീസ് നമ്മളെ പിടിച്ചിരുന്നേ. കൂൾ അളിയാ കൂൾ. നല്ലോണം കേട്ടോ, നമ്മൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഈ ബോഡി എവിടെയെങ്കിലും വലിച്ചറിയാം. ഓക്കെ? പിന്നെ മറ്റൊരു കാര്യം, ഈ ബോഡിക്ക് ഒരു കേടും വരുത്താതെ പാക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡാമേജും വരാതെ പാക്ക് ചെയ്യണോ? ഓണറിനെ നീ മാനേജ് ചെയ്യുക. ബോഡിയുടെ കാര്യം ഞങ്ങൾ 2 പേരും നോക്കിക്കോളാം. വഴിയിൽ എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് ബോഡി ഡിസ്പോസ് ചെയ്യാം. ഫ്ലൈറ്റ് പിടിച്ച് ദുബായിൽ പോകണം. ഇപ്പോൾ നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതണം. അല്ല നമ്മളെ കൈവിടില്ല. ജീസസും ആ ശ്രീരാമനും നമ്മളെ രക്ഷിക്കാൻ. കളർഫുൾ എന്ന് പറഞ്ഞ ഉടനെ അവളും കളർഫുൾ എന്ന് പറയും. അതാണ് അവളെ പാസ്വേഡ്. കളർഫുൾ. എന്റെ പിങ്ക് പാർട്ടി ഐഡിയ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്റെ ഈ നിർണയം പാവം അവന്മാരെയും പ്രശ്നത്തിലാക്കി. കാമമെന്ന വലയിൽ കുടുങ്ങി മദ്യമെന്ന ലഹരിയിൽ തിളച്ച് എന്നെപ്പോലെ എത്രയോ യുവാക്കൾ സ്വന്തം ജീവനം തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരരുത്.
അളിയാ സൂര്യ! Slowly. ഇന്ന് മക്കളെ നിങ്ങൾ തന്ന അഡ്വാൻസ് തുക കൃത്യമായിട്ടുണ്ടോ നോക്കിക്കോളൂ. വളരെ നന്ദി സർ. ഞങ്ങൾ ഇറങ്ങാം സർ. പോയി വരൂ. നമസ്കാരം സർ. നന്നായി വരട്ടെ മക്കളെ. भाइयों और बहनों, आज T20 क्रिकेट का जमाना आ गया है। वाइफ कहती है खाना घर पे नहीं।
നീ എന്തിനാടാ ആ വാതിലെ ചെന്ന് തട്ടുന്നേ? ആ പിള്ളേരെ പറഞ്ഞതുപോലെ വീടും വെക്കേറ്റ് ചെയ്ത് ദുബായിലേക്ക് പോയി. വളരെ നല്ല പിള്ളേരാ. നീയും അതുപോലെ നാളെ 4 മണിക്കൊക്കെ നിന്റെ സാധനങ്ങളും എടുത്ത് വീട് കാലി ചെയ്തോണം. അല്ലെങ്കിൽ അഡ്വാൻസ് പൈസ ഞാൻ തിരിച്ചു തരൂല. മാറിത്തരാം. നാണോ ഇല്ലല്ലോ നിനക്ക്? പൊന്നു കിഴവൻ. നല്ല ചെറുക്കാണല്ലോ. നീ എത്രയാ വാങ്ങിക്കുന്നത്? 1 hourന് 5000. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? എന്റെ കൂടെ 2 മണിക്കൂർ ടൈം പാസ് ചെയ്താ മതി. ഞാൻ വേറെ ഒന്നും ചെയ്യൂല. ഡിസ്കൗണ്ടോ? ഇങ്ങനെ വെറുതെ സംസാരിച്ച് സമയം കളയാൻ എന്നെ കിട്ടില്ല. എനിക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. എനിക്ക് ആണുങ്ങളോടൊപ്പം പോയ ശീലം നിന്നെ പോലെ ഒരുത്തന്റെ കൂടെയല്ല. നിനക്ക് എന്നെ കണ്ടിട്ട് ആണായിട്ട് തോന്നുന്നില്ലേ? വേണ്ട. ഇത് പ്രായപൂർത്തിയായവർക്ക് മാത്രമാണ്. എന്താടാ പറഞ്ഞേ? എടീ ശൃംഗാരി, ചക്കരക്കുട്ടി മോളെ, നീ നല്ല ചെറുക്കാടി. What is this? No. Smoking is injurious to health. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. കാശുള്ളവരെ നശിപ്പിക്കുന്ന പറയാറ്. എന്നാ നിന്നെ പോലത്തെ പെണ്ണുങ്ങൾ ഈ നാടിനെ തന്നെ നശിപ്പിക്കുകയല്ലേടി? ഞങ്ങളെ ചീത്തയാക്കുന്നത് നിന്നെ പോലെയുള്ളവന്മാരല്ലേ കിളവ. ഞങ്ങൾ അന്വേഷിച്ചു വരുന്നത് നിങ്ങളല്ലേ, ഞങ്ങളല്ലല്ലോ. ചെല്ല്. പയ്യന്മാരെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. പതുക്കെ സംസാരിക്കേ. പോടോ. എന്താണോ നോക്കി പേടിപ്പിക്കുന്നത്? പോടോ. വേസ്റ്റ് ഫെല്ലോ. പോടോ. വണ്ടി വിട്. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു. ആ കഴിവുടെ മോള് ഇത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിച്ചു. അവളോ ഇത് തന്നെയാണ് പറഞ്ഞത്. നീ ഒരു തേവടിച്ച്. നീ അതാണോ പറയുന്നത്? ദിവണ്ണ
ഞാൻ പ്രൊഫഷണലി വളരെ സ്ട്രിക്റ്റാ. നോ ബാർഗിങ്, ഫിക്സഡ് റേറ്റ്, ജെന്യുവൻ സർവീസ്. വരുന്നില്ലേ? വരില്ല. For more updates, like, comment, subscribe to our channel.